ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിൻ്റെ ഒരു പുതിയ സെഷൻ ആരംഭിക്കുകയാണ്. കൂടെയുള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് മിസ്റ്റർ സൂരജ് നായരാണ്. സൂരജ് സാർ, ഗുഡ് മോർണിംഗ്. വെരി ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. ഏതായാലും നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് വെച്ച് തന്നെ ഇന്നത്തെ ഒരു സെഷൻ തുടങ്ങാം. നിഫ്റ്റിയെയും ബാങ്ക് നിഫ്റ്റിയെയും സംബന്ധിച്ചിടത്തോളം തുടക്കഘട്ടത്തിൽ ഒരു വലിയ മുന്നേറ്റം നമ്മൾ കണ്ടു. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഒരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്ത് വീണ്ടും തിരിച്ച് താഴേക്കിറങ്ങുന്ന ഒരു നിലയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം 100-നടുത്ത പോയിന്റുകളുടെ ഒരു ഇടിവ് ഈ മിനിറ്റിൽ രേഖപ്പെടുത്തുന്നു. 24,626 എന്നുള്ളൊരു നിലയിലാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും നമുക്ക് ഇപ്പോൾ ആദ്യ മിനിറ്റുകളിലെ ഒരു ഹൈ നിലവാരം രേഖപ്പെടുത്തിയതിനു ശേഷം ഒരു സെല്ലിംഗ് പ്രഷർ കാണുന്നുണ്ട്. സൂരജ് സാർ, നമ്മൾ ഇപ്പോൾ ഈ ഒരു ബാങ്ക് നിഫ്റ്റിയൊക്കെ തന്നെ ഒരു ആൾ ടൈം ഹൈ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. മറ്റു പ്രധാനപ്പെട്ട എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ജാസ്മിൻ, ഇതിനകത്ത് ഒരു ചെറിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എൻവയറൺമെൻറ്റ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയുന്നത്. നമ്മൾ ഈ കോഷ്യസ് ഓപ്റ്റിമിസം നമ്മൾ പറഞ്ഞല്ലോ കുറച്ച് നാൾ മുമ്പേ, വീണ്ടും നമ്മൾ ഒരു കോഷ്യസ് സ്റ്റാൻഡ് മാർക്കറ്റിൽ എടുത്തു എന്നുള്ള കാര്യം. ഇന്നലെ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ആ യുക്രൈൻ്റെ ഒരു ഡ്രോൺ അറ്റാക്ക് ഉണ്ടല്ലോ റഷ്യയിൽ, ഇറ്റ് ഹാസ് നോട്ട് ഗോൺ ഡൗൺ വെൽ. അതായത് റഷ്യ എന്ന് പറയുന്നത് അത്ര ഒരു ചെറിയ കൺട്രി ഒന്നുമില്ല, ദേ ആർ മിലിറ്ററി ബെഹമത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയ ഒരു രീതിയിലൊരു ട്രിഗർ ആണ് ഈ പറഞ്ഞ യുക്രൈൻ ഇട്ട് കൊടുത്തതെന്നുള്ളത്. ഐ ഡോണ്ട് തിങ്ക് റഷ്യ വിൽ കീപ് ക്വയറ്റ്. ദേ മൈറ്റ് യൂട്ടിലൈസ് ദിസ് ആസ് എൻ ഓപ്പർച്യൂണിറ്റി ടു സ്ട്രൈക്ക് ബാക്ക് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അത് ഒരു സൈഡിൽ കൂടി നിൽക്കുന്നു, ആ ഒരു റിസ്ക്. രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഈ ടാരിഫിൻ്റെ ഇഷ്യൂസ് കുറച്ചുകൂടി കനത്ത് വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഏതാണ്ട് 90-ഡേ മൊറട്ടോറിയത്തിലോട്ട് നമ്മൾ ഇനി ഈ മാസം എത്തുകയാണ്. ഏതാണ്ട് ജൂലൈ 6 കൂടി നമ്മൾ ആ ലെവലിലേക്ക് എത്തും. അപ്പോൾ അതിൻ്റെ സംസാരങ്ങളെല്ലാം ഇങ്ങനെ ചുറ്റിപ്പറ്റി പോകുന്നു. എന്നാൽ എന്തൊക്കെ പോസിറ്റീവ് നമ്മൾ വിശ്വസിച്ചു, അതായത് യുക്രൈൻ റഷ്യ മിക്കവാറും നമ്മൾ തീരുമെന്ന് വിചാരിച്ചു, തീർന്നില്ല, പകരം ഫ്ലെയർ അപ്പ് ചെയ്യാണ് ചെയ്തത്. ടാരിഫിൻ്റെ കാര്യത്തിൽ ടെമ്പററി ആയിട്ടൊരു എന്താ പറയുക ഒരു അറേഞ്ച്മെന്റ് വന്നിരുന്നു, ഏതാണ്ട് അതിപ്പോൾ ഡെഡ് ലൈനിലേക്ക് എത്തിയിരുന്നു. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇസ്രായേൽ പാലസ്തീൻ അല്ലെങ്കിൽ ഗാസയിലുള്ള ഇസ്രായേലിൻ്റെ അറ്റാക്ക്, ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഇഷ്യൂ, നമ്മൾ അതൊരു ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തും എന്നാണ് വിചാരിച്ചത്. അതും നടന്നില്ല എന്നുള്ളത്. അപ്പം നമ്മൾ എന്തൊക്കെയാണോ ഏപ്രിൽ മെയിൽ സബ്സൈഡ് ചെയ്തു എന്ന് പറയുന്ന പോസിറ്റീവ്സ് വീണ്ടും ഉയർന്നു വരുന്നതായിട്ടാണ് മാർക്കറ്റിൽ കാണുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ എസ്പെഷ്യലി Q4 വന്ന റിസൾട്ട്സ് വെച്ച് നോക്കുമ്പോൾ വാല്യുവേഷൻ കംഫർട്ടും ഇല്ലാത്തത് കാരണം നമ്മൾ വീണ്ടും ഒരു കോഷ്യസ് ഓപ്റ്റിമിസത്തിലേക്ക് നമ്മൾ പോണു എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞിരുന്നു, നമ്മൾ ഈ ആഴ്ചയെ റീഇറ്ററേറ്റ് ചെയ്യുന്നു. അതായത് ബ്ലൈൻഡ് കോൾസ് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള കോൾസ് എടുക്കാൻ പറ്റിയ ഒരു മാർക്കറ്റ് അല്ല. നിങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം. നമ്മൾ വീണ്ടും ഒരു സ്ട്രക്ചറൽ ബുൾ മാർക്കറ്റ് തന്നെയാണ്. ആ ബുൾ മാർക്കറ്റിന്റെ ഇടയിൽ വരാവുന്ന ഒരു കറക്ഷൻ ചിലപ്പോൾ നടക്കുക അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്നുള്ള ഒരു കാര്യം. പിന്നെ ഇന്നലെ US മാർക്കറ്റിൽ നിന്ന് കിട്ടിയ ഹാൻഡ് ഓവർ അനുസരിച്ച് US മാർക്കറ്റ് സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിരുന്നു ഇന്നലെ. അതിൽ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള ഇന്നലെ US മാർക്കറ്റ് കമൻട്രി, ഞാൻ നേരിട്ട് US മാർക്കറ്റ് രാത്രി കണ്ടുകൊണ്ടിരുന്നപ്പോൾ അറ്റ്ലാന്റ US ഫെഡ് ഉണ്ട്. അറ്റ്ലാന്റ ഫെഡ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഇവിടുത്തെ RBI ഇൻട്രസ്റ്റ് റേറ്റ് കൺട്രോൾ ചെയ്യണത് ഇവിടുത്തെ RBI ആണല്ലോ. RBI ഇതേപോലെ മോണിറ്ററി പോളിസി കൂടുന്നു. 2 ദിവസത്തെ ഡിസ്കഷൻ കഴിഞ്ഞ് 3ാമത്തെ ദിവസമാണ് അവർ റേറ്റ് ഡിക്ലെയർ ചെയ്യുന്നത് അല്ലേ. 2 ദിവസത്തെ ഒരു ഡെലിബറേഷൻസ് ആൻഡ് ഡിസ്കഷൻസ് നടക്കും എന്നുള്ള. അപ്പം നമുക്ക് മനസ്സിലാവുന്നത് ഈ ആഴ്ച ബുധനും വ്യാഴായും അവരുടെ ഒരു ഡിസ്കഷൻ നടക്കും. വെള്ളിയാഴ്ച ആകുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് എന്നുള്ളത് അവർ പറയാറുണ്ട്, ഒരു പ്രസ് റിലീസ് നടത്താറുണ്ട്, അതിനുവേണ്ടി ക്വസ്റ്റ്യൻസ് ഏറ്റെടുക്കാറുണ്ട്, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാറുണ്ട്. ഇതാണ് നമ്മുടെ രീതി. അപ്പോൾ RBI എന്ന് പറയുന്ന ഒരു സെൻട്രൽ ബാങ്ക് വിച്ച് കൺട്രോൾസ് ഓൾ ദ പ്രൈവറ്റ് ആൻഡ് PSU ബാങ്ക്സ് എന്നുള്ളതാണ് ഇവിടുത്തെ സെറ്റപ്പ്. US ഫെഡറൽ റിസർവ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാം. US ഫെഡറൽ റിസർവ് എന്ന് പറയുന്നത് ഒരൊറ്റ എൻറ്റിറ്റി മാത്രമല്ല, അതിൻ്റെ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, പ്ലസ് 12 ബാങ്കുകളുണ്ട്. അതായത് 12 ജോഗ്രഫീസിൽ അമേരിക്കയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ബാങ്കുകളും ഫെഡിന്റെ ബോർഡും കൂടെ ചേർന്നാണ് FOMC മീറ്റിംഗ് നടക്കുന്നത് എന്നുള്ളത്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ 12 ബാങ്കിനും അതിനൊരു അഭിപ്രായം പറയാൻ പറ്റും. ആ 12 ബാങ്കിന്റെ കൂടെ തന്നെ ഈ പറഞ്ഞ പോലെ ബോർഡ് ഹെഡഡ് ബൈ ജെറോം പവൽ, ഇവരൊക്കെയാണ് ഫെഡ് നിശ്ചയിക്കുന്നത്. അതായത് ഓരോ ജോഗ്രഫിയിൽ എന്ത് സംഭവിക്കുന്നു, ഇപ്പം നമ്മുടെ ഇവിടെയാണെങ്കിൽ കേരളത്തിലൊരു ബാങ്ക്, തമിഴ്നാട് ഒരു ബാങ്ക്, ആന്ധ്രയിൽ ഒരു ബാങ്ക് എന്നൊക്കെ പറയും പോലെ 12 ബാങ്ക്. അപ്പോൾ ഓരോ റീജിയണൽ ഇഷ്യൂസും എന്താണ്, എങ്ങനെയാണ് ഈ എക്കണോമി മൂവ് ചെയ്യണത്, എങ്ങനെയാണ് മണി സപ്ലൈ എന്നൊക്കെ പഠിച്ചിട്ടാണ് ഈ 12 ബാങ്കിന്റെ ആൾക്കാരും റെപ്രസെൻറ്റേറ്റീവ്സും FOMC മീറ്റിംഗിൽ വരുന്നത്. അവിടെ തന്നെ ഫെഡിന്റെ ചെയർമാന്റെ കീഴിലുള്ള ബോർഡും ഉണ്ടാവും. ഇവരെല്ലാം കൂടെ ചേർന്നാണ് മണി സപ്ലൈയും ഇൻട്രസ്റ്റ് റേറ്റും അവർ നിശ്ചയിച്ച് മുന്നോട്ട് പോകുന്നത്. അതാണ് ഫെഡിന്റെ ഒരു ഘടന. നമ്മുടെ RBI പോലെയല്ല, ചെറിയ വ്യത്യാസമായിട്ടുള്ള നോമൻ ക്ലേച്ചറിലാണ് അവർ ഓപ്പറേറ്റ് ചെയ്യണമെന്നുള്ള. അവിടെ തന്നെ ഈ അറ്റ്ലാന്റ
അറ്റ്ലാന്റ ഫെഡ് പറയണത്, അറ്റ്ലാന്റ ഫെഡിന്റെ മാത്രമാണ് ഞാൻ ഒരു അഭിപ്രായം പറയുന്നത് കേട്ടോ. അറ്റ്ലാന്റ ഫെഡ് പറയുന്നത് വെച്ചാൽ വൺ ഓഫ് ദ 12 റീജിയണൽ ബാങ്ക്സ് ആണ് അവർ. ഈ 12 റീജിയണൽ, ഈ ഫെഡറൽ സിസ്റ്റത്തിന്റെ 12 റീജിയണൽ ബാങ്കിന്റെ ഒരു ബാങ്കാണ്. അവർ പറയണത് എന്താ വെച്ചാൽ US എക്കണോമി നല്ല ഗ്രോത്തിലേക്ക് പോകണമെന്നാണ്. അത് ഈ കോൺട്രറി ടു അവർ എക്സ്പെക്ടേഷൻസ്. അതായത് നമ്മളിപ്പോൾ എല്ലാവരും പറഞ്ഞ എന്താ, ഇപ്പൊ ടാരിഫും മറ്റുള്ള ഇഷ്യൂസും ഒക്കെ കാരണം അമേരിക്ക ഒരു റിസഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് പൊതുവെ ഗ്ലോബൽ എക്കണോമിക് കമന്റേറ്റേഴ്സ് എല്ലാവരും പറഞ്ഞേക്കണം. ബട്ട് ഇവിടെ രസകരമായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ അവർ പറയുന്നത് 3.8% നിന്ന് മാറി 4.6% ആയിട്ട് GDP ഉയരും എന്നാണ് അറ്റ്ലാന്റ ഫെഡ് പറയുന്നത്. ദാറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ നമ്പർ. ഇൻഫാക്ട് നമ്മളിപ്പോൾ 6.57 എന്നൊക്കെ പറയണല്ലോ, ഏതാണ്ട് അതിന്റെ പകുതി കൂടുതൽ ഉണ്ട് എന്നുള്ളതാണ്. ദാറ്റ് ഇസ് എ ഗ്രേറ്റ് നമ്പർ ഇൻ സ്പൈറ്റ് ഓഫ് ഈ പറയുന്ന ടാരിഫ് ആൻഡ് ട്രേഡ് റെസ്ട്രിക്ഷൻസ് എന്നുള്ള. അപ്പൊ അവിടെ ഇൻഫ്ലേഷൻ ഉയരും, GDP ഭയങ്കരമായിട്ട് താഴും എന്നൊക്കെയുള്ള ഒരു കമന്ററി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമന്ററി അറ്റ്ലാന്റ ഫെഡിന്റെ ഭാഗത്ത് നിന്ന് വന്നത് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുമാത്രമല്ല, ഷിക്കാഗോ ഫെഡ് പ്രസിഡന്റ്, അതായത് ചിക്കാഗോയിലുള്ള ആ ബാങ്കിന്റെ ഫെഡ് പ്രസിഡന്റ് പറയുന്നത് എന്താ വെച്ചാൽ മിക്കവാറും നല്ലോണം ഒരു റേറ്റ് കട്ട് ഉണ്ടാവാനും ചാൻസ്. അപ്പൊ എന്താണ് US എക്കണോമിയെ കുറിച്ച് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടുന്ന് കിട്ടുന്ന ഒരു ഹാൻഡ് ഓവർ. ഈ ഹാൻഡ് ഓവർ അനുസരിച്ച് ഇതുവരെയുള്ള ഗ്ലോബൽ കമന്റേറ്റേഴ്സ് ആയ ഗോൾഡ്മാൻ സാക്സ്, മോർഗൻ സ്റ്റാൻലി ഒക്കെ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക മൈറ്റ് ഗെറ്റ് ഇൻ ടു എ റിസഷൻ. പിന്നെ അത് കഴിഞ്ഞ് അവർ ആ ടാർഗറ്റ് മാറ്റി, റിസഷൻ ഇല്ല എന്നാലും ഗ്രോത്ത് ഉണ്ടാവും. 4.6% ഗ്രോത്ത് ഇസ് സൂപ്പർ നാച്ചുറൽ ഗ്രോത്ത് എന്നുള്ള. അപ്പോൾ അത് ഒരു സൈഡിൽ തന്നെ പറഞ്ഞു വയ്ക്കാതിരിക്കാൻ വയ്യ എന്നുള്ള. സോ അമേരിക്ക ട്രംപിനെ സംബന്ധിച്ച് ഈ ഫിഗേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെക്ടേഷൻസ് അദ്ദേഹത്തിന് കുറച്ചുകൂടി ഒരു ശക്തി പടരും എന്നുള്ള. അപ്പോൾ കുറച്ചുകൂടി ഒരു വിഗറോട് കൂടിയായിരിക്കും ജൂണിനെ അദ്ദേഹം നെഗോഷിയേറ്റ് ചെയ്യുക. കാര്യം ജൂലൈയോട് കൂടിയാണല്ലോ ഈ 90 days മൊറട്ടോറിയം വരുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ട്രംപ് ഇനി കുറച്ചുകൂടി എന്താ പറയുക ഉയർത്തെഴുന്നേറ്റ് കുറച്ചുകൂടി പവർഫുള്ളായി ശക്തിയായിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ കമന്ററീസും അദ്ദേഹത്തിന്റെ പോളിസീസും അദ്ദേഹത്തിന്റെ ട്വീറ്റ്സും വരുന്നത് എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. അതിന്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഈ ഹമാസ് ഇസ്രായേൽ ഇഷ്യൂ, പിന്നെ യുക്രൈൻ റഷ്യ ഇഷ്യൂ, ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ മാർക്കറ്റ് ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അല്ല. ബട്ട് വി ഡു നോട്ട് നോ ഇന്ത്യൻ മാർക്കറ്റിന് വേറെ രീതിയിൽ ഇത് നമ്മളൊരു ഹോളി ഗ്രെയിലായിട്ടൊന്നും പറയണ്ട. നമ്മൾ സിറ്റുവേഷൻസ്, നമ്മൾ എപ്പോഴും മാർക്കറ്റിൽ ഓപ്റ്റിമിസ്റ്റിക്കും ബുള്ളിഷും തന്നെയാണ്. നമ്മളൊക്കെ ഒരു ലോങ് ആയിട്ടൊരു സ്റ്റോക്ക് പിടിച്ച് കാശ് ഉണ്ടാക്കുന്നവരാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന പോലെ നമ്മൾ ചലഞ്ചസ് എന്താണ്, റിസ്ക് എന്താണെന്നുള്ളത് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്തിരിക്കണം. അതൊരിക്കലും നമ്മുടെ ഓപ്റ്റിമിസ്റ്റിക് സ്റ്റാൻഡിനെ മാറ്റില്ല, നമ്മളെ കുറച്ചുകൂടി അത് ഹെൽപ്പ് ചെയ്യാനും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും അത് സഹായിക്കും എന്നുള്ളത് ഒരു കാര്യം. പിന്നെ രണ്ടാമത് ഇന്നലെ ക്രൂഡ് ഇന്നലെ ഏതാണ്ട് 3 തൊട്ട് 4% വരെ കയറി എന്നുള്ളതാണ് രസം. അതിൻ്റെ വേറൊരു രസം എന്ന് വെച്ചാൽ സാധാരണ ഈ ഒപ്പക്ക് ഈ അവരുടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യിക്കാൻ നേരത്തെ സാധാരണ ക്രൂഡ് താഴേക്കാണ് പോകാറ്. പക്ഷേ ഇന്നലത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യിപ്പിച്ചു ഒപെക്കിന്റെ മീറ്റിംഗിൽ, എന്നാലും ക്രൂഡ് 3 to 4% ഒരു സബ്സ്റ്റാൻഷ്യൽ കയറ്റമാണ് ക്രൂഡിന് കയറിയെന്നുള്ള. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ 2-3 കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ ഒപെക്ക് തീരുമാനിച്ച ഒരു ഇൻക്രീസ് ഉണ്ടല്ലോ, ഔട്ട്പുട്ട് ഇൻക്രീസ്, അത് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ അവിടെ വലിയൊരു എന്താ പറയുക സർപ്രൈസിങ് ഫാക്ടേഴ്സ് ഒന്നും വന്നില്ല. അവർ പറഞ്ഞത് 4,11,000 ബാരൽസ് പെർ ഡേ ഇൻക്രീസ് ചെയ്യുന്നതാണ്. അത് അങ്ങനെ തന്നെ പ്ലേ ഔട്ട് ചെയ്തു ഓപെക്കിന്റെ കീഴിൽ. അതുകൊണ്ട് ആ ന്യൂസ് നേരത്തെ ഡിസ്കൗണ്ടഡ് ആയിരുന്നു ഓയിൽ പ്രൈസിൽ എന്നുള്ള. രണ്ടാമത്തെ കാര്യം, ഈ കാനഡയിൽ വലിയൊരു വൈൽഡ് ഫയർ നടക്കണം. ഈ വലിയൊരു വൈൽഡ് ഫയർ കാരണം അവിടെയുള്ള ഒരു ഓയിൽ ഔട്ട്പുട്ടിന് 7% ഡിപ്പ് വന്നിട്ടുണ്ട്. ആ വൈൽഡ് ഫയർ ഇപ്പോഴും ഈ അവിടത്തേക്ക് US-ലും കാനഡയിലൊക്കെ ഒരു ഫയർ വന്നു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാട്ടുതീയാണ്. അത് വലിയ രീതിയിലുള്ള ഡിവാസ് നമ്മൾ അറിയാമല്ലോ. US-ൽ തന്നെ ഒരെണ്ണം നടന്നു വന്ന് അവിടെ ഹോളിവുഡ് തന്നെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടെയും ഒരു ഷോർട്ടേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഷോർട്ടേജ് വന്നത് കാരണം ഓയിൽ ഔട്ട്പുട്ട് കൂട്ടിയിട്ട് പോലും ആ ഒരു ഷോർട്ടേജ് റിഫ്ലക്റ്റ് ചെയ്യാനാണെന്ന് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ഈ ക്രൂഡിന് ഒരു 3 to 4% ഒരു ഇൻക്രീസ് വന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഇറാൻ US പ്രൊപ്പോസ് ചെയ്ത ന്യൂക്ലിയർ ഡീൽ റിജക്റ്റ് ചെയ്തു. അപ്പോൾ ഒരു റിസ്ക് എലമെന്റ് ഹൈ ആയി. വീണ്ടും ഈ യുക്രൈൻ്റെ ഡ്രോൺ അറ്റാക്ക്, മനസ്സിലായില്ലേ, പിന്നെ ചൈന ആയിട്ടുള്ള ടാരിഫിൽ ഈ പറഞ്ഞ പോലെ ട്രംപിന്റെ കംപ്ലൈന്റ്, അങ്ങനത്തെ നെഗറ്റീവ് ഫാക്ടേഴ്സ് ഒക്കെ വരുമ്പോൾ ക്രൂഡിന് ഇത്തിരി ഒരു പ്രീമിയം കയറി ഒരു 3 to 4% അപ്പായി എന്നുള്ളത് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഡോളർ ഇൻഡെക്സ് ഏതാണ്ട് 98.67 ആയിട്ട് താങ്ങും എന്നുള്ള നമ്മൾ ഏപ്രിൽ മെയ് സമയത്തൊക്കെ 100 മുകളിൽ പോയിരുന്നതാണ്. ഇപ്പം ഏതാണ്ട് 52 വീക്ക് ലോ എത്താൻ $1 കൂടി താഴോട്ട് പോയാൽ 52 വീക്ക് ഡോളർ ടച്ച് ചെയ്യും. 52 വീക്ക് ലോ റുപ്പീസ് സ്ട്രെങ്തനിങ് എന്നുള്ള രീതിയിലേക്ക്. ആൻഡ് ഇറ്റ് ഈസ് മേ ബി എനിക്ക് തോന്നുന്നു ഡോളർ പല കറൻസീസ് ആയിട്ടും ഡിപ്രീഷിയേറ്റ് ചെയ്യണം. ഈവൻ എനിക്ക് തോന്നുന്നു ഈ മോർഗൻ സ്റ്റാൻലിയുടെ, എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മോർഗൻ സ്റ്റാൻലിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കോൺക്ലേവ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ബോംബെയിലാണ്
കാണുന്നു. ഇന്നത്തെ മെയിൻ ചാനൽസിന്റെ ഒക്കെ കമന്റേറ്റേഴ്സ് കൂടുതലും അവിടെ ആയിരിക്കും. മോർഗൻ സ്റ്റാൻലി, റിതം ദേശായിയുടെ സ്പീച്ച് ഒക്കെ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ ഔട്ട്ലുക്ക് പറയുന്നത് അവർ US$ ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നതാണ്. ഈ കൊല്ലം ഡിപ്രിഷിയേറ്റ്, നല്ല മീനിങ് ഫുൾ രീതിയിൽ ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നതാണ് അവരുടെ ഒരു ഫോർകാസ്റ്റ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ വരും ദിവസങ്ങളിൽ, അതായത് ഈ വരുന്ന ഇന്നും നാളെയൊക്കെ ആയിട്ട് അവിടെ ഒരുപാട് കോൺക്ലേവ്സ് നടക്കുന്നുണ്ട്. അവിടുത്തെ ഔട്ട്കം നമുക്ക് ക്ലോസ്ലി വാച്ച് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നമുക്കറിയാലോ 24,500 നിഫ്റ്റി ലെവൽസ് അത് റെസ്പെക്ട് ചെയ്യോ ഇന്ന് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. മുകളിലേക്കാണെങ്കിൽ റെസിസ്റ്റൻസ് ഒരു 24,950. അപ്പോൾ ഒരു ടൈറ്റ് റേഞ്ചിലാണ് നിൽക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ ഇത് ഒന്നില്ലെങ്കിൽ മുകളിലോട്ട് എന്താ പറയുക റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലോട്ട് പോകണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ സപ്പോർട്ടിൽ നിൽക്കാതെ താഴേക്ക് പോയാൽ നമുക്കൊരു മീനിങ് ഫുൾ സ്റ്റാൻഡ് എടുക്കാൻ പറ്റുള്ളൂ എന്നാണ്. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന് പറയുന്ന സ്റ്റോക്ക് ഉണ്ട്. അത് ഈ പ്യുവർ പ്ലേ സിൽവർ പ്ലെയർ ആണ്. സിൽവർ എന്ന് പറയുന്ന കമ്മോഡിറ്റി ഉണ്ടല്ലോ, മെറ്റൽ, അതിന്റെ ഒരു പ്യുവർ ലിസ്റ്റഡ് പ്ലേ ആണ് ഹിന്ദുസ്ഥാൻ സിങ്ക്. മാർക്കറ്റിൽ ഈ പറഞ്ഞ പോലെ ഇന്നലെ ഓവർനൈറ്റ് സിൽവറിന് ഒന്ന് പ്രൈസ് കയറിയിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പേ ഒരു 3-4 ആഴ്ച മുമ്പേ ഗോൾഡും സിൽവറും കമ്പയർ ചെയ്തിട്ട് സിൽവറിൽ ഒരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ അത് സിൽവർ ഒന്ന് കയറാനുള്ള ചാൻസസ് ഒരു സൈഡിലുണ്ട്. പിന്നെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ എംഫസിസ് ഞാൻ ഇതൊന്ന് ചേർത്ത് പറയുന്ന വെച്ചാൽ, ഈ എംഫസിസ് എന്ന് പറയുന്ന IT കമ്പനി അവരൊരു വലിയൊരു ക്ലയന്റ് ആയിരുന്നു ഫെഡെക്സ് എന്ന് പറഞ്ഞ കൊറിയർ ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കമ്പനി. ഇപ്പോൾ ഒരു സോഴ്സസ് പറയുന്നത് വെച്ചാൽ അവർക്ക് ഫെഡെക്സ് എന്ന് പറഞ്ഞ ക്ലയന്റ് ലൂസ് ചെയ്തിട്ട് അത് അക്സെഞ്ചറിന് പോയി എന്നുള്ളൊരു ഇൻഫർമേഷൻ വരുന്നുണ്ട്. എന്നാൽ ഈ പറയുന്ന പോലെ എംഫസിസ് ഇന്നലെ ഒരു പ്രസ് റിലീസ് ഇറത്തിരുന്നു, ഇതൊക്കെ ഒരു ബേസ്ലെസ് ആണ്. വി കണ്ടിന്യൂ ടു ബി സർവീസ് പ്രൊവൈഡർ ഓഫ് എന്താ പറയുക ഫെഡെക്സിന്റെ എക്കോ സിസ്റ്റത്തിലേക്ക് ഒരു ബിഗ് സപ്ലയർ ആയിട്ട് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡർ ആയിട്ട് നമ്മൾ ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയുന്നു. എംഫസിസ് ഇന്നലെ തന്നെ ഒരു 2.5% ഡൗൺ ആയിരുന്നു. ഇന്ന് എങ്ങനെയാണ് അത് സ്റ്റോക്ക് പെർഫോം ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടോ. ഇപ്പൊ ടോറന്റ് ഫാർമ സംബന്ധിച്ച് ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ഒരു ലോങ് ടേം എഗ്രിമെന്റ്, ഒരു സെയിൽ ആൻഡ് പർച്ചേസ് എഗ്രിമെന്റ് വിത്ത് BP സിംഗപ്പൂർ. ആ BP സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു 0.4 മെട്രിക് ടൺ ഓഫ് LNG ഒന്ന് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് 2027 to 2036 വരെയുള്ള ഒരു കോൺട്രാക്ട് അവർ സൈൻ ചെയ്യണമെന്നുള്ളതാണ്. അത് ഏതാണ്ട് ഇവർക്കൊരു ഗ്യാസ് ബേസ്ഡ് പവർ പ്ലാന്റ് ഉണ്ട് ഈ ടോറന്റ് ഫാർമയ്ക്ക്, ഒരു 2.7 ഗിഗാവാട്ട്സിന്റെ. അത് പവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പോലെ LNG അവർ ഇമ്പോർട്ട് ചെയ്യണത്. അതും കൂടെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യാം എന്ന് പറയുകയാണ്. ഇപ്പം പിന്നെ അല്ലാണ്ട് ഒരു മാൻ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് ആക്ച്വലി ഇത് നമ്മുടെ അടുത്ത് ഒരു പ്രേക്ഷകൻ ചോദിക്കുകയും ചെയ്തത്, അതായത് ലാസ്റ്റ് 1 month ആയിട്ട് പെട്ടെന്ന് ഒരു 40% 50% ആ സ്റ്റോക്ക് കയറുകയുണ്ടായി. അത് കയറാനുള്ള റീസൺ എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പതാ ഇന്നലെ ന്യൂസ് വന്നേക്കുന്നു, അതായത് 300 കോടിയുടെ അവരൊരു എന്താ പറയുക ഫണ്ട് റേസിംഗ്, കൺവേർട്ടബിൾ വാറന്റ് ഉപയോഗിച്ചാണ് അവർ ഫണ്ട് റേസ് ചെയ്യുന്നത്. 12.1 lakh ഷെയർസ് അറ്റ് 328 per ഷെയർ. എന്നാൽ ഷെയർ ഓൾറെഡി ഇപ്പൊ 400 രൂപ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കാം ഇത് 40% അല്ലെങ്കിൽ 50% ലാസ്റ്റ് 1 month കയറിയെന്ന് വെച്ചാൽ ഈ കൺവേർട്ടബിൾ വാറൻസിന്റെ ഏതാണ്ട് 40 കോടിയോളം ഈ പറയുന്ന പോലെ പ്രൊമോട്ടർ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അത് കൂടാതെ 260 കോടി, ബാക്കിയുള്ള 260, ടോട്ടൽ 300 കോടിയാണല്ലോ, 40 കോടി പ്രൊമോട്ടർ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന 260 കോടിയിൽ കുറച്ച് മാർക്യൂ നെയിംസ് ഉണ്ട്. അതായത് പണ്ട് നമ്മൾ രാകേഷ് ചുഞ്ചൻവാല ഇന്ന ഷെയർ മേടിച്ചു എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പൊ മാർക്കറ്റിൽ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട്, ആശിഷ് കച്ചോളിയ. അപ്പൊ ആശിഷ് കച്ചോളിയ മേടിച്ചു എന്നും കാർമേലിയൻ ഫണ്ട് മേടിച്ചു എന്നും കാപ്രി ഗ്ലോബൽ മേടിച്ചു എന്നും ഒക്കെ ഒരു ഇൻഫർമേഷൻ പുറത്തോട്ട് വരുന്നത് കാരണം അത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് മാർക്കറ്റ് എന്നുണ്ട്. മാർക്കറ്റിൽ ഇന്നലെയാണ് നമുക്ക് ആ ന്യൂസ് കിട്ടുന്നത്. നമ്മൾ ഇപ്പൊ ഈ ന്യൂസിനെ നമ്മൾ ഇപ്പൊ വിശകലനം ചെയ്യണം. എന്നാൽ അത് എത്ര അഡ്വാൻസ് ആയിട്ട് ആ സ്റ്റോക്കിനെ ഡിസ്കൗണ്ട് ചെയ്തു നോക്കും. അപ്പൊ ഇൻസൈഡ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇത് അറിയാന്നുള്ള ഒരുപാട് പേര് ഇതിനകത്ത് ആക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ഇനി മാൻ ഇൻഡസ്ട്രീസിൽ ആക്ട് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ഒന്ന് സൂക്ഷിക്കണം എന്നുള്ള കാര്യം. 328 or 326 ഇതെങ്ങാണ്ടാണ് അവർ കൺവേർട്ടബിൾ വാറന്റ് വരുന്നതെന്നുള്ളതാണ്. പിന്നെ ബ്രിട്ടാനിയയുടെ കേസിൽ ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രൈക്ക് അവർക്കൊരു ഗുജറാത്ത് പ്ലാന്റിൽ ഉണ്ടായിരുന്നു, അത് കോൾ ഓഫ് ചെയ്തു, വിച്ച് ഈസ് പോസിറ്റീവ്. പിന്നെ KFIN സംബന്ധിച്ച് അവർക്കൊരു സിംഗപ്പൂരിൽ ഒരു സബ്സിഡറി ഉണ്ടാക്കാനായിട്ട് സെബിയുടെ ഒരു എന്താ പറയുക ഒരു പെർമിഷന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ആ സെബിയുടെ നോഡ് കിട്ടി. ഗ്രാസിം ഇൻഡസ്ട്രീസ് NCD വഴി ഒരു 1000 കോടിയും കൂടെ റേസ് ചെയ്യണമെന്നുള്ള ന്യൂസ് വന്നു. പിന്നെ നമ്മൾ കേദാർ പ്രഭു അയച്ച ഒരു ആനുവൽ റിപ്പോർട്ട് ഉണ്ട്, അതായത് ഇൻഫോസിസിന്റെ ആനുവൽ റിപ്പോർട്ട് കേദാർ പ്രഭു പഠിച്ചിട്ട് കുറെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എനിക്ക് അയച്ചു തന്നു. റിസൾട്ടൊക്കെ നമ്മൾ നേരത്തെ വന്നതാണ് ഇന്ത്യൻ മാർക്കറ്റിൽ. പക്ഷേ അതിന് രസകരമായിട്ടുള്ള ഒരു കാര്യം, ഈ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് ഉണ്ട്, അതായത് അതിന്റെ ബാലൻസ് ഷീറ്റിൽ 47,500 കോടി
ക്യാഷ് ആണ് ഇൻഫോസിസിന് ഇരിക്കുന്നത് എന്നുള്ളത്. അതായത് പല മിഡ് ക്യാപ് കമ്പനീസിന് പോലും അത്രയും മാർക്കറ്റ് ക്യാപ്പ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഈ പൈസ ഉപയോഗിച്ച് എത്ര കമ്പനി ഇൻഫോസിസിന് മേടിക്കാം എന്നറിയോ ഇന്ത്യൻ മാർക്കറ്റിൽ. സോ ആ ലെവലിലാണ് ഇത് നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ വക ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു മാർക്കറ്റ് പ്രിഫേസ് നമ്മൾ പ്രേക്ഷകരിലേക്ക് അറിയിക്കുന്നു. അല്ലാണ്ട് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഒന്നും ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ല എന്നുള്ളതാണ്. ചെറിയ ചെറിയ കമ്പനി ഇൻഫർമേഷനും ജനറൽ മാർക്കറ്റ് ട്രെൻഡുമാണ്. ഒരു ഔട്ട്കം നമ്മൾ പറയുന്നതിൻ്റെ ഇതാണ് ഒരു കോഷ്യസ് അപ്രോച്ച് മാർക്കറ്റിൽ എടുക്കുക. നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നു, അതായത് ഗുഡ് ന്യൂസിൻ്റെ ഒരു പീക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളത്. നിങ്ങൾ മാർക്കറ്റിൽ നെഗറ്റീവ് സ്റ്റാൻഡ് എടുക്കണം എന്നല്ല, ബട്ട് കോഷ്യസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു വയ്ക്കും. സർ, നമ്മൾ നേരത്തെ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഇന്ത്യ യു എസ് ട്രേഡ് ഡീലിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ആഡ് ഓൺ ചെയ്യുകയാണ്. ഇന്ത്യ യു എസ് ട്രേഡ് ഡീൽ ലൈക്ലി നോട്ട് ടു ഡിസ്റ്റൻസ് ഫ്യൂച്ചർ എന്നാണ്, അതായത് ഏറ്റവും അടുത്ത് തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു സൂചനയാണ് യു എസ് സെക്രട്ടറി ഓഫ് കോമേഴ്സ് ഹോവാർഡ് ലുട്നിക് പറഞ്ഞിരിക്കുന്നത്. സോ ഇപ്പോൾ ഈ മൊറട്ടോറിയത്തിൻ്റെ ഒരു കാലാവധിയൊക്കെ അവസാനിക്കാൻ പോകുന്നു. ഇന്ത്യ യു എസും തമ്മിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ട്രേഡ് ഡീലിലേക്ക് ഏർപ്പെടാനുള്ള ഒരു സാധ്യത തന്നെയാണ് യു എസും പറയുന്നത്. സോ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനി എത്രമാത്രം നിർണായകമായിരിക്കും? ഓൾറെഡി ഒരു മൊറട്ടോറിയം പീരീഡ് ഒക്കെ കഴിയുകയാണ്. സോ അതിനപ്പുറത്തേക്ക് വരുന്ന ഇരു രാജ്യങ്ങൾക്കും ഒരു ഈക്വലി അല്ലെങ്കിൽ ഒരു ഇരു രാജ്യങ്ങൾക്കും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു സാധ്യത എത്രമാത്രമായിരിക്കും? ജാസ്മിൻ, അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചാൽ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷൻ ചാർജ് എടുത്തതിന് ശേഷം നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇവിടുന്ന് അദ്ദേഹത്തിനെ കാണാനായിട്ട് യു എസിലേക്ക് പോയി. അന്ന് ഈ ടാരിഫ് വരുന്നതിന് മുമ്പേ തന്നെ യു എസും ഇന്ത്യയും തമ്മിലുള്ള ഒരു ട്രേഡ് പാർട്ട്ണർഷിപ്പ്, അതായത് ഒരു $500 ബില്യൺ എങ്ങാണ്ട് ഒരു ട്രേഡ് പാർട്ട്ണർഷിപ്പിലേക്ക് നമ്മൾ പോവുകയാണെന്ന് അവിടുത്തെ പ്രസിഡന്റും നമ്മുടെ പ്രൈം മിനിസ്റ്ററും ഡിക്ലെയർ ചെയ്തതാണ്. അപ്പം നമ്മൾ ഇപ്പോഴും എനിക്ക് മനസ്സിലായത് നമ്മൾ ട്രേഡ് ആൻഡ് കോമേഴ്സ് മിനിസ്ട്രിയിൽ നിന്ന് വരുന്ന കമന്ററി ഉണ്ടല്ലോ, അപ്പം അതിനുശേഷമാണ് ട്രേഡ് ടാരിഫ് പല രാജ്യങ്ങൾക്കും വന്നത്. ഇന്ത്യയും അതിൻ്റെ ഒരു ഭാഗമായി ഇന്ത്യക്ക് 26% വെച്ചു, 10% ബേസ് ലൈൻ നിൽക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ബട്ട് അതിന് മുമ്പേ തന്നെ ഇന്ത്യയും യു എസും തമ്മിൽ ഈ പറഞ്ഞ ഒരു ട്രേഡിന് വേണ്ടിയിട്ടുള്ളൊരു ടേംസ് ഓഫ് റെഫറൻസ് സെറ്റ് ചെയ്തിരുന്നു എന്നുള്ള അന്നത്തെ പ്രൈം മിനിസ്റ്ററിന്റെ ട്രിപ്പിൽ തന്നെ. അപ്പൊ ഇന്ത്യയും യു എസും തമ്മിൽ ട്രേഡ് വേറൊരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് തന്നെയുള്ള ഒരു ശ്രമങ്ങൾ ആദ്യം മുതലേ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ കാര്യം, ഈ ട്രേഡ് ആൻഡ് ടാരിഫിന്റെ ഒരു ഇഷ്യൂ ട്രംപ് കൊണ്ടുവന്നല്ലോ, അതായത് പല രാജ്യങ്ങൾക്കും കൊണ്ടുവരുമ്പോൾ നമ്മുടെ ട്രേഡ് ആൻഡ് കോമേഴ്സ് മിനിസ്ട്രിയോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒഫീഷ്യൽസിനെ, പ്രത്യേകിച്ച് നമ്മുടെ ട്രേഡ് ആൻഡ് കോമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയലിനെ തന്നെ, ഈ പീയൂഷ് ഗോയൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പൊ അദ്ദേഹത്തിനടുത്ത്, അദ്ദേഹമാണ് ഈ ഡെലിഗേറ്റിനെ ഹെഡ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിനടുത്ത് ചോദിക്കുമ്പോൾ അദ്ദേഹം എപ്പോഴും പറയുന്നത് വെച്ചാൽ യു എസ് അത് ചെയ്യുന്നതിന് റീസൺ ഉണ്ട്. കാര്യം അതിന്റെ കാരണം ചൈനയാണ്. ചൈന എപ്പോഴും ട്രേഡ് സർപ്ലസ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ചൈന ചീപ്പ് ഗുഡ്സ് മറ്റുള്ള കൺട്രിയിലേക്ക് ഡംപ് ചെയ്യുന്നു. ഇങ്ങനെ പ്രെഡേറ്ററി ആയിട്ടുള്ള ഒരു എന്താ പറയുക എക്സ്പോർട്ട് പോളിസിയാണ് യു എസിനെ കൊണ്ട് നിർബന്ധിച്ചത്. അത് യു എസിന്റെ ഇന്റേണൽ മാറ്ററാണ്. അതായത് യു എസ് ചെയ്ത കാര്യങ്ങളെ ജസ്റ്റിഫൈ ചെയ്താണ് സാധാരണ നമ്മുടെ പീയൂഷ് ഗോയൽ സംസാരിച്ചത്. അതായത് നമ്മൾ ഏതായാലും നമ്മൾ അതൊന്നും നോക്കുന്നില്ല, അത് അവർ ഇന്റേണൽ മാറ്ററാണ്, അവരുടെ നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂ ആണ്, ഞങ്ങളത് റെസ്പെക്ട് ചെയ്യുന്നു, ഞങ്ങൾ യു എസ് ആയിട്ട് ഒരു ട്രേഡ് ഡീൽ സൈൻ ചെയ്യാൻ പോകുന്നു, വി ആർ ഓപ്റ്റിമിസ്റ്റിക് about it എന്നാണ് പീയൂഷ് ഗോയൽ പറഞ്ഞത്. അപ്പൊ എനിക്കൊരു സംശയം തോന്നുന്നത് വെച്ചാൽ മിക്കവാറും ഈ ട്രംപും മോഡി നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെയും മീറ്റിംഗിൽ ഇതിനെക്കുറിച്ച് അപ്ഫ്രണ്ട് ആയിട്ട് ഒരു ചെറിയൊരു ഇൻഡിക്കേഷൻ ട്രംപ് കൊടുത്തിരുന്നോ എന്നൊരു സംശയമുണ്ട്. കാര്യം അതിൻ്റെ ബേസ് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മുടെ PM മോഡി പറയുകയും ചെയ്തു ഞങ്ങൾ ഒരു പുതിയ ട്രേഡ് ടൈസിലേക്ക് പോവുകയാണ് എന്നുള്ള. മേ ബി ട്രംപ് അഡ്മിനിസ്ട്രേഷൻ മൈറ്റ് ഹാവ് കൺവിൻസ്ഡ് our country and our prime minister that we should go into a new deal and the new deal will be beneficial for you. You can have a China plus one strategy എന്ന് പറഞ്ഞിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാര്യം അതുകൊണ്ടാണോ ആ സെന്റിമെന്റ്? കാര്യം വെച്ചാൽ ഇപ്പോൾ സിംഗപ്പൂർ പ്രസിഡന്റിന്റെ സ്പീച്ച്, EU ചീഫിന്റെ സ്പീച്ച്, അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ പ്രൈം മിനിസ്റ്ററുടെ സ്പീച്ച്, എല്ലാ പ്രൈം മിനിസ്റ്ററിന്റെയും എല്ലാ കൺട്രീസിന്റെ ഹെഡിന്റെയും ഒരു സ്പീച്ച് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും സർപ്രൈസ്ഡ് ആയിരുന്നു ഈ ട്രംപിന്റെ ആക്ടിവ്. ഈവൻ സിംഗപ്പൂർ പ്രൈം മിനിസ്റ്ററിന്റെ സ്പീച്ച് അവരുടെ പാർലമെന്റിൽ നടത്തിയ ഒരു സ്പീച്ച് ഫെന്റാസ്റ്റിക് സ്പീച്ചായിരുന്നു, കേൾക്കേണ്ട ഒരു സ്പീച്ചാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്പെക്ടേറ്റേഴ്സ് ഭയങ്കര രസമായിട്ട് ഒരു ചലഞ്ചിങ് സിറ്റുവേഷനാണ്. നമുക്ക് ഈ ട്രേഡ് നടത്തേണ്ട കാര്യങ്ങൾ നമ്മൾ റീഓർഗനൈസ് ചെയ്യേണ്ടി വരും. കാര്യം സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ വലിയൊരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബാണ്, അറിയാലോ, അവിടെ നിന്നൊരു ഇന്റർനാഷണൽ ട്രേഡ് ഹബ്ബാണ്. അവരതിനെ വളരെ സീരിയസ് ആയിട്ട് എടുത്ത് കണ്ട് സർപ്രൈസിംഗ് ആണ്. ദ വേ വി ഡു ബിസിനസ് നീഡ്സ് ടു ബി ചേഞ്ച്ഡ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇന്ത്യ വളരെ കൂളായിരുന്നു എന്നുള്ളത്. അപ്പം മേ ബി ഇവർ തമ്മിലുള്ള ഒരു ഡിസ്കഷനിൽ ഒരു ഇൻഡിക്കേഷൻ കൊടുത്ത് കാണുമായിരിക്കാം. സോ ഇന്ത്യ ഹാസ് ടേക്കൺ ഇറ്റ് പോസിറ്റീവ്ലി. എങ്ങനെ ഇപ്പം ഞാൻ അന്ന് പറഞ്ഞല്ലോ, ഒരു കാര്യം നമ്മൾ ആലോചിക്കുന്നത്, നമ്മുടെ ലോകത്ത് എല്ലാവർക്കും ഇന്നിപ്പോൾ 2025 നമ്മൾ പോകുന്നത് അല്ലേ. പെട്ടെന്ന് ഇന്ന് ആരെങ്കിലും പറയുകയാണ് നമ്മുടെ അടുത്ത്, ഗവൺമെന്റ് പറയുന്നത് ഇന്ന് മുതൽ 2027 എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എനിക്കും 2 വയസ്സ് കൂടി, ജാസ്മിനും 2 വയസ്സ് കൂടി, ഇവിടെയുള്ള എല്ലാവർക്കും കൂടി, പ്രേക്ഷകർക്കും കൂടി, എല്ലാവർക്കും ഒരുപോലെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ കോൺസ്റ്റന്റ് ആയില്ലേ. അന്ന് പറയും പോലെ ഈ ട്രേഡ് ടാരിഫ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യ മാത്രമായിട്ട് അത് നെഗറ്റീവായിട്ട് കാണുന്നുണ്ട്. എല്ലാവരെയും ഉയർത്തി, നമ്മളെ ഉയർത്തിയതിൻ്റെ കൂടെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സായ ചൈന, വിയറ്റ്നാം, പിന്നെ തായ്വാൻ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളെ കൂടെ ഉയർത്തിയപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ബംഗ്ലാദേശും നമ്മളും
അങ്ങോട്ടേക്ക് ഗാർമെന്റ്സ് എക്സ്പോർട്ട് ചെയ്യുന്നവരാണ്. ബംഗ്ലാദേശും വിയറ്റ്നാമും ചൈനയാണ് നമ്മുടെ മെയിൻ കോമ്പറ്റീറ്റേഴ്സ്. എല്ലാവരും ടാരിഫ് ഉയർത്തി വന്ന് കണ്ടപ്പോൾ പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് എന്താ, അവർക്ക് വച്ചിരിക്കുന്നത് നമ്മളെക്കാളും കൂടുതലാണെന്നുള്ളത് മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു നല്ലൊരു രീതിയിലുള്ളൊരു ബെനിഫിറ്റ്, ആ ഡിഫറൻഷ്യൽ പ്രൈസിങ് മാറി കിട്ടി എന്നുള്ള. അപ്പോൾ ടാരിഫ് ശരിക്കും പറഞ്ഞാൽ ഈ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇത് തുടങ്ങിയത്. അത് നല്ല രീതിയിൽ നമ്മുടെ ട്രേഡ് ആൻഡ് കോമേഴ്സ് മിനിസ്ട്രിക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച് അതിനകത്ത് വേറെ ഒന്നുമില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഡിഫൻസിന്റെ കാര്യത്തിൽ നമ്മൾ ഇത്രയും നാൾ ഫ്രാൻസിൽ നിന്ന് മേടിച്ചതൊക്കെ നമുക്കിനി US നിന്ന് മേടിക്കാൻ പറ്റും, വലിയ കുഴപ്പമില്ലാത്ത കാര്യമാണ്. എനർജിയുടെ കാര്യത്തിൽ, അതായത് ഓയിൽ ആൻഡ് ഗ്യാസ്, നമുക്ക് LNG ഇതൊക്കെ മേടിക്കാനായിട്ട് നമുക്ക് വീണ്ടും ഒരു ട്രേഡ് നെഗോസിയേഷൻസ് ചെയ്യാം. അഗ്രികൾച്ചർ പ്രോഡക്ട്സിന്റെ കാര്യം മാത്രമേ ഒരു സബ്ജക്ട് ഓഫ് ഡിബേറ്റ് ഉള്ളൂ. കാര്യം നമുക്കിവിടെ ഒരു പ്രൊട്ടക്ഷൻ സിസ്റ്റം വേണമല്ലോ ഇവിടുത്തെ അഗ്രികൾച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. US-ലാണെങ്കിലോ ട്രംപിന് ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഈ കോൺ പ്രൊഡക്ഷനൊക്കെ, അവിടുത്തെ സോയ കോൺ പ്രൊഡക്ഷനൊക്കെ അവിടുത്തെ ഫാർമേഴ്സിനെയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി, ട്രേഡ് ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതെത്രത്തോളം ആ ഒരു കണ്ടൻഷ്യസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആൻഡ് ഫാമിംഗ് പ്രോഡക്ട്സ് ആണ്. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഒരു ചലഞ്ച്. ബാക്കിയുള്ള കാര്യത്തിലൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ സർവീസസിന്റെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടിട്ടില്ല. കാര്യം സർവീസസും കൂടെ മർക്കൻഡൈസ് എക്സ്പോർട്സിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യക്ക് അമേരിക്കയായിട്ട് സർപ്ലസ്. സർവീസസും കൂടെ നോക്കുമ്പോൾ അവർക്ക് $40 ബില്യൺ സർപ്ലസ് ആണ് അവർക്കുള്ള കാര്യം. അവരുടെ ബാങ്കിന്റെ സർവീസസ് നോക്കുകയാണെങ്കിൽ, ബാങ്കിങ്ങിന്റെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ഓപ്പറേഷൻസ് നോക്കുകയാണെങ്കിലും, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്സ്, പേറ്റൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സർവീസ് ഓറിയന്റഡ് ഇൻഡസ്ട്രിയിൽ അവർ ഇന്ത്യയായിട്ട് നോക്കുമ്പോൾ അവർക്ക് സർപ്ലസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സർവീസ് ഇൻഡസ്ട്രിക്ക് വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കാം സോഫ്റ്റ്വെയർസിനെ ഇൻസുലേറ്റഡ് ആയിട്ട് നിർത്തിയിരിക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും യോജിക്കാനുള്ള കോമൺ പ്ലാറ്റ്ഫോംസ് ഒരുപാട് അതിനകത്തുണ്ട്. ബട്ട് ലെറ്റ്സ് സീ, ജൂൺ ഈസ് ഗോയിങ് ടു ബി എ വെരി ഈവൻഫുൾ വീക്ക് എന്നുള്ളത് പറഞ്ഞു വയ്ക്കും. സുരജ് സാർ, നമ്മൾ ഇനി വോഡാഫോൺ ഐഡിയയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വോഡാഫോൺ ഐഡിയയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മാർക്കറ്റിൽ ഓൾറെഡി 1.5% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 0.5% ഇടിവ് എത്തി നിൽക്കുകയാണ്. ₹6.98 എന്നുള്ളൊരു നിലവാരത്തിലാണ് ഈ സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സബ്സ്റ്റാൻഷ്യൽ ഡ്യൂസിൽ ഒരു പരിഹാരം തേടുന്നതിനായിട്ട് വോഡാഫോൺ ഐഡിയ ലിമിറ്റഡ് സർക്കാരുമായിട്ട് വീണ്ടും ചർച്ചകൾ പുനരാരംഭിക്കുകയാണ് എന്നുള്ളൊരു റിപ്പോർട്ടാണ് വരുന്നത്. റിലേറ്റഡ് പേയ്മെന്റ് വേവിയർ നൽകണമെന്ന അപേക്ഷ ഓൾറെഡി സുപ്രീം കോടതി തള്ളിയിട്ട് 2 ആഴ്ച കഴിയുകയാണ്. സോ ഇതിന് പിന്നാലെയാണ് പുതിയൊരു നടപടിയുമായിട്ട് കമ്പനി മുന്നോട്ട് വരുന്നത്. ഈ കമ്പനിയുടെ ഒരു കടബാധ്യതയുടെ ലിസ്റ്റ് പ്രേക്ഷകർക്ക് മുന്നിൽ ഒന്ന് അവതരിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ റിസർച്ച് ഡെസ്കിൽ നിന്നുള്ള ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് ബാങ്കുകൾക്ക് നൽകാനുള്ള കടം 2345 കോടിയാണ് ഉള്ളതെങ്കിലും നിരക്ക് വർധനയോ കൂടുതൽ കടമെടുപ്പോ എന്നുള്ളൊരു വലിയ ആശങ്കയാണ് ഈ കമ്പനിയുടെ മുന്നിൽ നിൽക്കുന്നത്. ഓൾറെഡി നമ്മുടെ ഈ ഓപ്പണിംഗ് ആഴ്സിന്റെ ഫോറത്തിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. 2026 സാമ്പത്തിക വർഷത്തിൽ സർക്കാരിന്റെ സഹായമില്ലാതെ പ്രവർത്തിക്കാനാവില്ല, ഒരു ഇൻസോൾവൻസിയിലേക്ക് കമ്പനി പോകേണ്ട സാഹചര്യമുണ്ട് എന്ന് ഓൾറെഡി വോഡാഫോൺ ഐഡിയ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സോ ഈ ഒരു കൺസേൺസ് ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിലും വലിയ ഒരു കറക്ഷനാണ് സ്റ്റോക്കുകൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. വോഡാഫോൺ ഐഡിയയെ സംബന്ധിച്ചിടത്തോളം പല കമ്പനികളും കോമ്പീറ്റേഴ്സ്, പിയർ ഗ്രൂപ്പുകൾ 5G സേവനങ്ങളിലടക്കം വലിയൊരു മുന്നേറ്റം രേഖപ്പെടുത്തുന്ന സമയത്താണ് വോഡാഫോൺ ഐഡിയയുടെ ഈ ഒരു ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. സോ ഇനിയും ഇത് എത്രത്തോളം പ്രൊലോങ്ഡ് ആകാനുള്ള ഒരു സാധ്യതയാണുള്ളത്? ഒപ്പം ഈ പറഞ്ഞ കമ്പനി പറഞ്ഞതുപോലെയുള്ള ഒരു ഇൻസോൾവൻസിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടോ? ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ടും പറയാം. അതായത് വോഡാഫോൺ ഐഡിയയെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പൊ അടുത്ത കാലത്ത് ഗവൺമെന്റിന്റെ ഒരു സ്റ്റേക്ക് 22% എങ്ങാണ്ട് കൂടിയിട്ട് 48-49% വരെ എത്തി അല്ലെ. ഇപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഗവൺമെന്റ് അതിനകത്തൊരു സബ്സ്റ്റാൻഷ്യൽ ഷെയർ ഹോൾഡറാണ്, ഒരു മെജോറിറ്റി ഷെയർ ഹോൾഡർ അല്ല. ഈ മെജോറിറ്റി ഷെയർ ഹോൾഡർ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് £7 പ്രൈസ് ഉള്ളപ്പോൾ അവർ ₹10 ഇട്ട് വാല്യൂ ചെയ്തത്. കാര്യം £7 ഇട്ടാണ് വാല്യൂ ചെയ്തെങ്കിൽ ഈ കൺവേർഷൻ, അതായത് നമ്മൾ എന്താണ് ഇഷ്യൂ എന്നുള്ളത് ഞാൻ അതിലേക്ക് വരാം. പക്ഷെ ഒരു കാര്യം പ്രേക്ഷകരുടെ അറിവിലേക്ക് പോരാൻ, വോഡാഫോൺ എന്തായാലും പൊട്ടുന്ന പ്രശ്നമില്ല. കാരണം എന്ന് വെച്ചാൽ 2 കാരണങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ സുപ്രീം കോടതി വോഡാഫോണിനെയും എയർടെലിനെയും വിലക്കിയല്ലോ. അതായത് അവരുടെ ആ പെറ്റീഷൻ ക്വാഷ് ചെയ്തു. അതായത് നിവൃത്തിയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ക്വാഷ് ചെയ്തത്. എന്നിട്ട് ഒരു വർത്താനം കൂടെ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിലുണ്ട്. അതായത് ഗവൺമെന്റിന് വേണമെങ്കിൽ തീരുമാനമെടുക്കാം, ഗവൺമെന്റിന് നിശ്ചയിക്കാം എന്താ ചെയ്യേണ്ടതെന്നുള്ള. അപ്പൊ ഗവൺമെന്റിന്റെ ബോൾ ഗവൺമെന്റിന്റെ കോർട്ടിലേക്ക് കൊടുത്തു എന്നുള്ളത്. ഗവൺമെന്റ് ആണെങ്കിലോ ഓൾറെഡി 49% സ്റ്റേക്ക് ആയിട്ട് അതിനകത്തിരിക്കുകയാണ്. ഇനി ഈ വോഡാഫോൺ പൊട്ടുകയാണെങ്കിൽ ഇത് വലിയൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആവും. ടാക്സ് പേയേഴ്സ് മണിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് 49% സ്റ്റേക്ക് എന്ന് പറയുന്നത്.
സോ അവരെ രക്ഷിക്കേണ്ടത് ഗവൺമെന്റിന്റെ കൂടെ ബാധ്യതയായി മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 2 ദിവസം മുമ്പേ വോഡാഫോണിന്റെ ഒരു ന്യൂസ് വന്നത് 25,000 കോടി അവർ റേസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് FY26 ഫസ്റ്റ് ഹാഫിൽ 5,000 കോടി തൊട്ട് 6,000 കോടി വരെ അവർക്കൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനും അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും ട്രാൻസ്മിഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസും ഡെവലപ്പ് ചെയ്യാൻ ഒരു 5,000 തൊട്ട് 6,000 കോടി വരെ ആവശ്യമുണ്ട്. അത് മാത്രമല്ല കുറച്ച് വർക്കിംഗ് ക്യാപിറ്റലിനും എല്ലാം കൂടെ ചേർത്തിട്ട് അവർക്ക് ഒരു 25,000 കോടി റേസ് ചെയ്യണം എന്ന് ബാങ്കിനോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താ, ഇപ്പൊ നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി നമ്മളെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ രണ്ടാമത് ഗവൺമെന്റിന്റെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാരണങ്ങളാലാണ് അവർ ബാങ്കിന്റെ അടുത്ത് അവർ നിരത്തിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതായത് ഗവൺമെന്റ് ഇതിനകത്ത് പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ഗവൺമെന്റ് ഉള്ളിടത്തോളം കാലം ഇതൊരു പൊളിറ്റിക്കൽ ഹോട്ട് പൊട്ടറ്റോ ആയിട്ട് നിൽക്കുന്ന സമയത്ത്, പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇത് ഗവൺമെന്റ് ഇതിനകത്ത് നിന്ന് ഇറങ്ങി പോകാൻ പറ്റില്ല. കാര്യം ഈ AGR എന്ന് പറയുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മനസ്സിലായി 1990 ഈ ടെലികോമിന് ലൈസൻസ് കൊടുക്കുന്നത്. ഈ ലൈസൻസ് കൊടുക്കുമ്പോൾ ഇതിന്റെ സ്പെക്ട്രം ഫിക്സഡ് ഫീയും ഒക്കെ ആയിട്ട് വലിയൊരു കാശ് ടെലികോം കമ്പനിയുടെ മേളിലാണ് ഗവൺമെന്റ് അടിച്ചു കൊടുത്തതെന്നുള്ളത്. അതൊരിക്കലും അവരുടെ ഓപ്പറേഷൻസ് വഴി അവർക്ക് അതിനെ നെഗോഷിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ അവർക്ക് പറ്റിയിരുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 1999, അതായത് എൻ്റെ ഒരു കണക്ക് എന്താണെന്ന് വെച്ചാൽ കിട്ടുന്ന, അതായത് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് പോയപ്പോൾ 1999 ഉണ്ടായിരുന്ന ഗവൺമെന്റ് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ അപ്ഫ്രണ്ട് ആയിട്ട് ഫിക്സഡ് ഫീയും സ്പെക്ട്രം ചാർജസും തരണ്ട, പകരം നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ ഓപ്പറേഷണൽ റവന്യൂവിൽ നിന്ന് ഞങ്ങൾക്ക് തന്നാൽ മതി. അത് ഏതാണ്ട് ലൈസൻസ് ഫീ ആയിട്ട് 8%, സ്പെക്ട്രം ചാർജസ് ആയിട്ട് 3 തൊട്ട് 5% തന്നാൽ മതി എന്നാണ് ഈ പറയുന്നത്. അതാണ് ഈ AGR എന്ന് പറയുന്നത്. AGR ഈസ് എൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെലികോം സർവീസ് പ്രൊവൈഡർ. അതിനെ പറയുന്നത് അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ. അതായത് നിങ്ങൾ ഫിക്സഡ് ആയിട്ട് നിങ്ങൾ ആദ്യം തന്നെ തരണ്ട, നിങ്ങളുടെ ഓപ്പറേഷൻസിൽ നിന്ന് തന്നാൽ മതി എന്നുള്ള രീതിയിലാണ് 1999 വന്നത്. ഈ 1999 വന്നപ്പോൾ തന്നെ അതിനകത്തൊരു ഇഷ്യൂ എന്തായിരുന്നു വെച്ചാൽ, ഗവൺമെന്റ് പറഞ്ഞു വെച്ചാൽ ഇപ്പൊ ടെലികോം സർവീസ് പ്രൊവൈഡർ എന്ന് വെച്ചാൽ ഞങ്ങൾ തരാം, പക്ഷേ ഞങ്ങളുടെ മെയിൻ ലൈൻ ഓഫ് ബിസിനസ്സിൽ നിന്ന് വരുന്ന റവന്യൂസ് മാത്രമേ തരാൻ പറ്റുള്ളൂ. അതായത് കോൾസ്, ഡേറ്റ, മെസ്സേജിങ്, അന്ന് മെസ്സേജസിന് കാശുണ്ടായിരുന്നു, ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂന്ന് ഞങ്ങൾ ഇത് പേ ചെയ്യാന്ന്. പക്ഷെ ഗവൺമെന്റ് അന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അത് പറ്റൂല, നിങ്ങൾ ഇതൊന്നും കൂടാതെ തന്നെ കോർ ഓപ്പറേഷൻസ് കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിൽ നിങ്ങൾക്ക് റവന്യൂ വരുമോ, അത് ഇൻട്രസ്റ്റ് ഇൻകം ആവാം, സെയിൽ ഓഫ് അസറ്റ് ആവാം, റെന്റ് ആവാം, ഫോറക്സ് ഗെയിൻ ആവാം, അതർ റവന്യൂസ് ആവാം, ഇതെല്ലാം കൂടെ ചേർത്ത് വേണം ഞങ്ങൾക്ക് തരാൻ, എന്നാലേ ഞങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് അത് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഗവൺമെന്റ് പറഞ്ഞത്. 1999 AGR കൊണ്ടുവന്ന് 2000 തന്നെ ഇത് കേസ് പോയി. ഏതാണ്ട് 15 കൊല്ലം കേസ് നിരങ്ങിപ്പോയി. അവസാനം വോഡാഫോണിനും എയർടെലിനും ടാറ്റ ടെലിക്കും എഗെയിൻസ്റ്റ് ആയിട്ട് കോർട്ട് റൂളിംഗ് വന്നു എന്നുള്ളതാണ്. അത് ബേസ് ചെയ്തിട്ടാണെങ്കിൽ വോഡാഫോൺ 83,400 കോടി ഗവൺമെന്റ് കൊടുക്കാനുണ്ട്, എയർടെൽ 34,745, ടാറ്റ ടെലി സർവീസസ് 16,800 കോടിയും കൊടുക്കാനുണ്ട്. റിലയൻസ് ജിയോ ഇതൊക്കെ കഴിഞ്ഞാണ് സീനിൽ വന്നതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിനിടയിൽ ചെറിയ ടെലികോം പ്രൊവൈഡേഴ്സ് ഉണ്ടായിരുന്നു, ഫോറിൻ JV ആയിട്ടൊക്കെ വന്ന് അതൊക്കെ അവർ അടച്ചു പൂട്ടുകയും ചെയ്തു. അപ്പോൾ മെയിൻ പ്ലെയേഴ്സ് ആയിട്ട് ഇവർ തന്നെയാണ് എന്നുള്ള. പിന്നെ ഗവൺമെന്റ് 2021 ഒരു 10 കൊല്ലത്തിന്റെ എക്സ്റ്റൻഷൻ ഒക്കെ കൊടുത്തു. അതായത് പതുക്കെ പേ ചെയ്യാൻ മതി, വേണ്ട രീതിയിൽ സഹായിക്കാനൊക്കെ നോക്കി, ഒന്നും തന്നെ വർക്കൗട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അടുത്ത കാലത്ത് ഏതാണ്ട് 36,950 ക്രോസിന്റെ ഈ ഗവൺമെന്റിനോട് കൊടുക്കാനുള്ള കാശുണ്ടല്ലോ, ഗവൺമെന്റിനെ അത് ഇക്വിറ്റി ആയിട്ട് ഗവൺമെന്റ് കൺവേർട്ട് ചെയ്തു. അവിടെയാണ് ഈ പറഞ്ഞ 22.6% നിന്ന് 48.9% ഗവൺമെന്റ് സ്റ്റേക്ക് മാറി. അതായത് കിട്ടാനുള്ള കാശ് ആ കമ്പനിയിലുള്ള സ്റ്റേക്ക് ആയിട്ട് ഗവൺമെന്റ് കൺവേർട്ട് ചെയ്തു. അപ്പൊ 22% ഉള്ള ഗവൺമെന്റ് 49% അടുപ്പിച്ചു പോയി. അത് വെച്ചിരിക്കുന്ന കൺവേർഷൻ ഷെയർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 10 രൂപ വാല്യുവേഷൻ ഇട്ടാണ്. അന്ന് 7 രൂപ എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ഷെയർ അന്ന് ഏതാണ്ട് നല്ലോണം കയറുകയും ചെയ്തിരുന്നു. നമ്മൾ പറഞ്ഞിരുന്നു ഗവൺമെന്റ് എന്തുകൊണ്ടാണ് 10 രൂപ വെച്ചതെന്ന് വെച്ചാൽ 10 രൂപ വച്ചില്ലായിരുന്നുണ്ടെങ്കിൽ ഇവർ 50% മുകളിലായി പോയത്. അതൊരിക്കലും ഗവൺമെന്റ് ചെയ്യില്ല. പിന്നെ ഗവൺമെന്റ് കമ്പനിയായി മാറി. ഒരു രീതിയിലും ഗവൺമെന്റ് അത് ഊരാൻ പറ്റൂല എന്നുള്ള രീതിയിലാണല്ലോ. അപ്പൊ അങ്ങനത്തെ രീതിയിലേക്കാണ് ഇത് വന്നതെന്നുള്ള. ബട്ട് ഈവൻ ദെൻ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, ഈ പറയുന്ന പോലെ ഗവൺമെന്റ് തീർച്ചയായിട്ടും ഇതിന് എന്തെങ്കിലും ഒരു തീർപ്പ് കൽപ്പിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സ്റ്റോക്കിന്റെ ബിസിനസ് നശിച്ചു പോകാൻ ചാൻസ് ഇല്ല. പക്ഷെ സ്റ്റോക്ക് റിക്കവർ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. കാര്യം അത്രയ്ക്ക് മാത്രം ഇപ്പൊ 2 ലക്ഷം കോടി കടമുള്ളതിനേക്കാളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, അത്രയ്ക്ക് മാത്രം ഇക്വിറ്റി ബേസ് കൂടി എന്നുള്ളത്. അതായത് ഇക്വിറ്റി സൈസ്, അതായത് റവന്യൂവിനും കടത്തിനും ഒന്നും മാറ്റം വരുന്നില്ല, അത് അങ്ങനെ തന്നെ നിലനിൽക്കും. നമ്മൾ പറയില്ലേ, സ്പ്ലിറ്റ് കൊണ്ടോ ബോണസ് കൊണ്ടോ നമ്മുടെ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മൂവ് അല്ല എന്ന് നമ്മൾ പലപ്പോഴായിട്ട് കഴിഞ്ഞ ആഴ്ചയും അതിന്റെ മുമ്പത്തെ ആഴ്ചയും എക്സ്പ്ലെയിനറായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ വോഡാഫോണിന്റെ ഈ വക പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുന്നതിൽ ഇങ്ങനെ ഇക്വിറ്റി റേസ് ചെയ്ത് അവർ മുന്നോട്ട് പോയപ്പോൾ അവരുടെ ഇക്വിറ്റി, അതായത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ്
എക്സ്പാൻഡ് ചെയ്ത് വളരെ രീതിയിലായി. ചുരുക്കം പറഞ്ഞ സിമ്പിൾ ഭാഷയിൽ പറഞ്ഞ പണ്ട് 100 ഷെയർ, എക്സാക്ട് ഫിഗർ അല്ല, 100 ഷെയർ ഹോൾഡർ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന പ്രോഫിറ്റും കടവും അതേപോലെ തന്നെ നിൽക്കുന്നു. ആ 100 ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞത് 1,00,000 ഷെയർ ഹോൾഡേഴ്സായി. എന്ന റവന്യൂവിനും ചേഞ്ച് വന്നിട്ടില്ല, കടത്തിനും ചേഞ്ച് വന്നിട്ടില്ല. അതുകൊണ്ട് ഇതൊരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി സ്റ്റോക്കായിട്ട് മാറിയിട്ടില്ല. ഒരിക്കലും നിങ്ങൾ 10 രൂപയുടെ താഴെ വില കണ്ട് എടുത്ത് ചാടരുത് എന്നൊന്നും നെഗറ്റീവ് ഒന്നുമല്ല. ചിലപ്പോൾ ഈ ഗവൺമെൻറ് ഇനിഷ്യേഷനും എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി കൊണ്ട് ഷെയർ പ്രൈസ് തിരിച്ച് റീട്രേസ് ചെയ്തേക്കാം. ബട്ട് ഈവൻ ദെൻ ഇറ്റ്സ് നോട്ട് എ ഷെയർ ഹോൾഡർ ഫ്രണ്ട്ലി സ്റ്റോക്ക്. ബട്ട് ദ ബിസിനസ് മൈറ്റ് ഹോൾഡ്. കാര്യം എന്ന് വെച്ചാൽ ഗവൺമെന്റിന് അതിനകത്ത് 48.9% സ്റ്റേക്ക് ഉള്ളതുകൊണ്ട് ഗവൺമെന്റിന് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ പാർലമെന്റിൽ അതിൽ ചോദ്യം വരും, പൊളിറ്റിക്കൽ ഹോട്ട് പൊട്ടറ്റോ ആവും. യു ആർ ബേണിംഗ് ടാക്സ് പേയേഴ്സ് മണി എന്നുള്ള രീതിയിലേക്ക് വരും. സോ ഗവൺമെന്റ് വിൽ ബി കമ്മിറ്റഡ്. മോർ ഓവർ അതിനുള്ളൊരു വിൻഡോ സുപ്രീം കോടതി ഇട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബട്ട് ഷെയറിന്റെ കാര്യത്തിൽ ഒന്ന് സൂക്ഷിക്കണം. ഈ പറയുന്നത് ചിലപ്പോൾ ഇത് തിരിച്ചു വരട്ടെ, അത് ഇൻവെസ്റ്റ് ചെയ്ത ഷെയർ ഹോൾഡേഴ്സിന് ബെനിഫിറ്റ് ആവട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ. ബട്ട് അതിന്റെ ഷെയർ ഹോൾഡർ ബേസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ട ഒരു കാര്യം. ഏതായാലും നമുക്ക് മാർക്കറ്റിന്റെ ഒരു ഔട്ട്ലുക്ക് ടെക്നിക്കലി കൂടി അറിയേണ്ടതുണ്ട്. അതിനായിട്ട് റിസർച്ച് ഡെസ്കിൽ നിന്ന് ഇപ്പോൾ സഫ്വാനാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് സഫ്വാൻ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. നമ്മൾ ഇന്ന് ഇപ്പോൾ മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം തുടക്കഘട്ടത്തിൽ ഒരു വലിയ മൂവ്മെന്റ് കണ്ടിരുന്നു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ 56,161 എന്നുള്ള ഒരു ലെവൽ വരെ ടച്ച് ചെയ്ത് പിന്നീട് ഇങ്ങോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഇന്നത്തെ ഒരു മൂവ്മെന്റിനെ നമുക്ക് എങ്ങനെയാണ് വിലയിരുത്താൻ സാധിക്കുക? യെസ് ജാസ്മിൻ, ബാങ്ക് നിഫ്റ്റിയിലും ഒരു നേരിയ തോതിലുള്ള ഇടിവാണ് നമുക്ക് ഈ മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും ബാങ്ക് നിഫ്റ്റിയിൽ ലാസ്റ്റ് 3 ക്യാൻഡിൽസ് ഗുഡ് വോളിയമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നൊരു ഫോളോ ത്രൂ ക്യാൻഡിൽ ലഭിക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നെക്സ്റ്റ് അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ക്ലോസിംഗ് 2 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിഫ്റ്റി ആണെങ്കിൽ കൺസോൾട്ടേഷൻ റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയിലെ വോളി അനലൈസ് ചെയ്യുമ്പോൾ വീക്കായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മേ ബി ഒരു ബേസ് ഫോർമേഷൻ ആയിരിക്കും എന്നാണ് എക്സ്പേർട്സ് ഒപ്പീനിയൻ. ഈ നിഫ്റ്റിയിലെ ശ്രദ്ധിക്കുന്ന ടെക്നിക്കൽ ലെവൽ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് സപ്പോർട്ടായി 23,800 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. നിഫ്റ്റി ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട്, അതായത് റാലി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, റേഞ്ച് ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ ഷോർട്ട് ടേം ടാർജറ്റായി 25,800 എന്ന ലെവലും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ മാർക്കറ്റ് ബ്രെഡ്ത്ത് ലാസ്റ്റ് 4 ഡേയ്സിൽ അനലൈസ് ചെയ്യുമ്പോൾ 50 വീക്ക് ഹൈ റേഷ്യോ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് 2.2 ഒക്കെയാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നല്ലൊരു മാർക്കറ്റ് എൻവയോൺമെൻറ്റിലാണ് ഇപ്പോൾ സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യുന്നത് എന്നതാണ്. എങ്കിലും സ്വിംഗ് ട്രേഡേഴ്സ് സെല്ലിംഗ് ഇൻ ടു സ്ട്രെങ്ത് എന്ന സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എക്സ്പേർട്സ് ഒപ്പീനിയൻ. ഇനി ബാങ്ക് നിഫ്റ്റിയിലെ ശ്രദ്ധിക്കേണ്ട ടെക്നിക്കൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ 55K ഷോർട്ട് ടേം സപ്പോർട്ടായി കൺസിഡർ ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ഒരു ക്വാളിറ്റി ബേസ് ബ്രേക്ക് ഔട്ട് ഏരിയയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ക്യാൻഡിൽ പെക്യുലാരിറ്റി നോക്കുകയാണെങ്കിൽ മൊമെൻറ്റം വിത്ത് സ്മോൾ ക്യാൻഡിൽസും കാണാം. ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഒരു റാലി പോസിബിലിറ്റി സ്റ്റേജിലാണ്. ലാസ്റ്റ് സ്ട്രോങ് മൂവേഴ്സ് 127 ആണ്. ഇതൊരു ഗുഡ് നമ്പർ ആണെങ്കിൽ പോലും MMI ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ഇപ്പോൾ ഒരു ന്യൂട്രൽ സ്റ്റേറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നതാണ്. നമ്മളിപ്പോൾ സംസാരിച്ച വോഡാഫോൺ ഐഡിയയെ കുറിച്ചാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും കമ്പനിയുടെ ഓഹരികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള കറക്ഷന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് വോഡാഫോൺ ഐഡിയ എന്നതിൽ സംശയമില്ല. ഇന്നിപ്പോൾ 1% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആ ഒരു ഇഷ്യൂസ്, ഇൻസോൾവൻസിയുമായിട്ടുള്ള പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നതടക്കം ധാരാളം പ്രശ്നങ്ങൾ ചുറ്റിപ്പറ്റിയാണ് വോഡാഫോൺ ഐഡിയ നിലകൊള്ളുന്നത്. സോ ഇപ്പോഴും ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. വോഡാഫോണിനെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലി അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത ഇപ്പോൾ വോഡാഫോണിൽ കാണുന്നുണ്ടോ? ജാസ്മിൻ, ഈ ഒരു സ്റ്റോക്ക് വീക്കർ ഹാൻഡ്സ് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് നമുക്ക് ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്. ഈ റീസെൻ്റ് ആയിട്ട് 25 ഏപ്രിൽ പോലും ഡിസ്ട്രിബ്യൂഷൻ ക്യാനലാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചോളം കണ്ടിന്യൂസ് സെല്ലിംഗ് ആണ്, വോളിയം ബേസ്ഡ് സെല്ലിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന് ലോങ് ടേം പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഹൈലി ബിയറിഷ് ആണ്. ഷോർട്ട് ടേം ഇപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് ലഭിക്കുകയാണെങ്കിൽ ഷോർട്ട് ടേം റാലി എക്സ്പെക്ട് ചെയ്യാം. എങ്കിലും ഈ സ്റ്റോക്കിനെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ വെരി വീക്കായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ITC ആണ്. ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. ITCയുമായി ബന്ധപ്പെട്ട ഒരു ബ്ലോക്ക് ഡീലിന്റെ കാര്യമാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും GQG പാർട്ട്നേഴ്സ് എല്ലാവർക്കും അറിയാം, അദാനിയുടെ രക്ഷകനായിട്ട് പലപ്പോഴും എത്തിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് GQG പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ITC ലിമിറ്റഡിലെ അവരുടെ ഒരു സ്റ്റേക്ക് വർദ്ധിപ്പിച്ചു എന്നുള്ള ഒരു വാർത്തകളാണ് വരുന്നത്. ITCയുടെ ഏറ്റവും വലിയ ഓഹരി പങ്കാളിത്തം ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് അമേരിക്കൻ ടുബാക്കോ കമ്പനി അവരുടെ ഒരു ഹോൾഡിംഗ് കുറച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ GQG അവരുടെ ഹോൾഡിംഗ്സ് വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളൊരു വാർത്തകളാണ് വരുന്നത്. ITCയുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ എങ്ങനെയാണ്?
ജാസ്മിൻ, ITസിന്റെ ട്രെൻഡ് അനലൈസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഡൗൺ ട്രെൻഡ് അണ്ടർ പ്രഷറിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതിന്റെ ഒരു ഗ്യാപ് ഡൗൺ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ഒരു മൂവ്മെന്റ് നടക്കുകയാണെങ്കിൽ പോലും അതൊരു ഡെഡ് കാറ്റ് ബൗൺസ് ബാക്ക് ആയിരിക്കും എന്നാണ് അനലിസ്റ്റ് ഒപ്പീനിയൻ. ഈ ഒരു സ്റ്റോക്കിൽ റീസെന്റ് ആയിട്ട് ബോട്ടം ഫോർമേഷൻ നടന്നത് 7th ഏപ്രിലാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ക്യാൻഡിൽ ലോ ഒരു സ്ട്രോങ് സപ്പോർട്ടായി നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. എങ്കിലും ഈ സ്റ്റോക്കിൽ കറന്റ് ലെവലിൽ എൻട്രി പ്രിഫറബിൾ അല്ല എന്നാണ് ചാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി മാരുതി സുസുക്കിയുടെ കാര്യമാണ് ചോദിക്കുന്നത്. മാരുതിയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു 0.5% ഇടിവ് രേഖപ്പെടുത്തുന്നു. കമ്പനിയുടെ ഓട്ടോ സെയിൽസ് നമ്പേഴ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മെയ് മാസത്തിൽ കമ്പനിയുടെ ടോട്ടൽ പ്രൊഡക്ഷൻ മുൻവർഷത്തെ അപേക്ഷിച്ച് മികച്ച രീതിയിൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1.95 ലാക്ക് യൂണിറ്റ് എന്നുള്ള നിലയിലേക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാരുതി സുസുക്കിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കൃത്യം ഒരു 9 to 10 മന്തുകൾക്ക് മുൻപാണ് 13,680 രൂപ എന്നുള്ള ഒരു ഹൈ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ ട്രേഡ് ചെയ്യുന്നതാകട്ടെ 12,217 രൂപ എന്നുള്ളതാണ്. ഇത്രയും ദിവസമായി അല്ലെങ്കിൽ ഈ മാസങ്ങൾക്കിടയിൽ കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിട്ടില്ല. ഇനി മാരുതിയിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? ജാസ്മിൻ, ഇപ്പോൾ മാരുതിയിൽ ഒരു റാലി അറ്റംപ്റ്റ് സ്റ്റേജിലാണ് മാരുതി ട്രേഡ് ചെയ്യുന്നത് എങ്കിൽ പോലും റീസെന്റ് ക്യാൻഡിൽസ് ഒക്കെ ഒരു സ്ട്രോങ് പ്രൈസ് കോൺട്രാക്ഷൻ അല്ലെങ്കിൽ നല്ലൊരു മൂവ്മെന്റ് ഒന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. കൂടാതെ വോളിയം ഡ്രൈ അപ്പ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ഒരു സ്റ്റോക്കിൽ നെക്സ്റ്റ് അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യുന്നത് 30,200 എന്ന ലെവലിൽ നിന്നൊരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് ലഭിക്കുകയാണെങ്കിൽ മാത്രമാണ്. കൂടാതെ ഈ സ്റ്റോക്കിൽ ഒരു റൗണ്ട് ബോട്ടം ഫോർമേഷൻ ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഒരു നമുക്ക് നെക്സ്റ്റ് റാലി എക്സ്പെക്ട് ചെയ്യാവൂ. ഓക്കെ സഫാൻ, മറ്റൊരു സ്റ്റോക്ക് സ്വിഗ്ഗിയാണ്. ഇന്ന് 3% കൂടുതൽ നേട്ടം സ്വിഗ്ഗിയുടെ സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നു. 343 രൂപ എന്നുള്ളൊരു നിലവാരത്തിൽ. ബ്രോക്കറേജ് ആയിട്ടുള്ള മോർഗൻ സ്റ്റാൻലി ഈ ഒരു സ്റ്റോക്കിൽ 22% ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലിന്റെ സാധ്യത ഇനിയുമുണ്ട്, അത്തരത്തിൽ മുന്നേറാനുള്ള ഒരു സാധ്യതയാണ് പങ്കുവയ്ക്കുന്നത്. ഓട്ടോമാറ്റിക്കലി ബ്രോക്കറേജ് റഡാറിൽ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ ഇന്ന് സ്റ്റോക്കിനും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ടെക്നിക്കലി ഇത് എത്രമാത്രം നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും? ജാസ്മിൻ, സ്വിഗ്ഗിയിൽ ഈ ഒരു സ്റ്റോക്കിൽ നടന്നത് IPO ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ഷോർട്ട് ടേം റാലി നമുക്ക് കിട്ടി. അതിനുശേഷം ഒരു സ്ട്രോങ് കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ കറക്ഷൻ ഫേസിലേക്കാണ് സ്വിഗ്ഗി പോയത്. ഇപ്പോൾ ഒരു റൗണ്ട് ബോട്ടം ഫോർമേഷൻ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ലോങ് ടേം ട്രെൻഡ് നോക്കുമ്പോൾ സ്റ്റിൽ ബിയറിഷ് ആണ്. ലോങ് ടേം പെർസ്പെക്റ്റീവിൽ കറന്റ് ലെവലിൽ എൻട്രി പ്രിഫറബിൾ അല്ല. ബട്ട് റീസെന്റ് ആയിട്ട് 15th മെയിലൊക്കെ സ്ട്രോങ് ബൈങ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ നടന്നിട്ടുള്ളത്. ഷോർട്ട് ടേം പെർസ്പെക്റ്റീവ് നമുക്ക് ഒരു റാലി പോസിബിലിറ്റി നമുക്ക് ഈ ഒരു സ്റ്റോക്കിലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സഫാൻ, മറ്റൊരു സ്റ്റോക്ക് അദാനി എന്റർപ്രൈസസ് ആണ്. ഇന്ന് 0.5% ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ചാർട്ട് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് കൃത്യം 2024 ജൂൺ 3 അതായത് ഒരു വർഷം മുൻപാണ് 3,743 രൂപ എന്നുള്ളൊരു ഹൈ സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 2,504 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു ലോങ് ടേം ടേക്ക് എങ്ങനെയാണ്? ഇതിന്റെ ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ഇപ്പോൾ ട്രെൻഡ് അനലൈസ് ചെയ്യുമ്പോൾ വീക്ക് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ നെക്സ്റ്റ് ഒരു ട്രെൻഡ് റിവേഴ്സൽ റാലി ലഭിക്കണമെങ്കിൽ 2,600 എന്ന ലെവലിൽ ക്ലോസ് ചെയ്യണം. ഇന്ന് ഓപ്പണിംഗ് വീക്ക് ആണെങ്കിൽ പോലും ഈ സ്റ്റോക്ക് ഒരു മൊമെന്റം കീപ്പ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് റീസെന്റ് ആയിട്ട് 2 വീക്സിൽ സ്ട്രോങ് വോളിയം മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇതിന്റെ റിലേറ്റീവ് സ്ട്രെങ്ത് ലോ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2,600 മുകളിലാണ് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചോളം ട്രെൻഡ് റിവേഴ്സൽ റാലി പോസിബിലിറ്റി. കറന്റ് ലെവലിൽ എൻട്രി പ്രിഫറബിൾ അല്ല. മാൻ ഇൻഡസ്ട്രീസ് ആണ് മറ്റൊരു സ്റ്റോക്ക്. കമ്പനിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് വഴി 300 കോടി രൂപ സമാഹരിക്കുന്നു എന്നുള്ളൊരു വാർത്തകൾ വന്നിരുന്നു. ഇന്നിപ്പോൾ 1.25% ഒരു ഇടിവാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നത്. എസ്പെഷ്യലി ഈ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഇയർ ടു ടിൽ ഡേറ്റിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ്. 21.61% ഒരു മുന്നേറ്റം ഇയർ ടു ടിൽ ഡേറ്റിൽ നൽകിയിട്ടുണ്ട് സ്റ്റോക്ക്. നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 398 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ്. ഈ ഒരു സ്റ്റോക്കിന്റെ ഔട്ട്ലുക്ക് എങ്ങനെയാണ്? ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് കൺഫേം അപ് ട്രെൻഡിലാണ്. കൂടാതെ ലാസ്റ്റ് ഡേ അപ്പ് വോളിയം, ലാസ്റ്റ് 2 ഡേയ്സിൽ തന്നെ ഡൗൺ വോളിയത്തേക്കാൾ കൂടുതലാണ്. ഇന്നൊരു കറക്ഷനിലാണെങ്കിൽ പോലും ഈ സ്റ്റോക്ക് നല്ലൊരു റാലി എക്സ്റ്റൻഡ് റാലി ഫേസിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. സ്ട്രോങ് സപ്പോർട്ടായി 350 എന്ന ലെവലൊക്കെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ സ്റ്റോക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെവൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓൾ ടൈം ഹൈ ആയ 513 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ് ഷോർട്ട് ടേം ടാർഗറ്റ് ആയിട്ട്. ഇതിൽ റീസെൻ്റ് ആയിട്ട് ബോട്ടം ഫോർമേഷനിലെല്ലാം നല്ലൊരു വോളിയം ബിൽഡപ്പും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്.
സഫാൻ, അവസാനമായിട്ട് നമ്മൾ ഗ്രാസിം ഇൻഡസ്ട്രീസിനെ കുറിച്ച് കൂടിയാണ് അറിയേണ്ടത്. ഇന്നിപ്പോൾ ഒരു 0.5% നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. ഗ്രാസിമിന്റെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയർ ടു ഡേറ്റിൽ ഒരു വളരെ മാർജിനൽ ആയിട്ടെങ്കിലും ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് ഗ്രാസിം. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം NCD വഴി ഫണ്ട് സമാഹരിക്കുന്നു എന്നുള്ളൊരു വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് വളരെ പോസിറ്റീവായിട്ടാണ് ഇന്ന് സ്റ്റോക്ക് എടുത്തിരിക്കുന്നത് എന്ന് കാണാം. ഗ്രാസിമിലുള്ള സഫാന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? ഈ ഒരു സ്റ്റോക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഫോളോ ത്രൂ ക്യാൻഡിൽ എന്ന രീതിയിൽ നമുക്ക് ഇതിനെ അനലൈസ് ചെയ്യാൻ കഴിയും. കാരണം 15th മെയ്യിൽ ഒരു ബേസ് ബ്രേക്ക് കൂടി ഈ സ്റ്റോക്കിൽ നമുക്ക് ലഭിച്ചു. അതിനുശേഷം പ്രോപ്പറായ ഒരു ഫോളോ ത്രൂ ക്യാൻഡിൽ ഇത് ഈ സ്റ്റോക്കിൽ ലഭിച്ചില്ല. അതിനുശേഷം ഒരു സ്ട്രോങ് വോളിയം ബേസ്ഡ് സെല്ലിങ്ങും കറക്ഷനാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇത് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഈ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാത്തവർക്ക് നല്ലൊരു ലോസ് ഈ സ്റ്റോക്കിൽ ലഭിച്ചിട്ടുണ്ടാവും. കാരണം ബ്രേക്ക് ഔട്ട് ഏരിയയിൽ ഫോളോ ത്രൂ ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സ്റ്റോക്കിൽ കണ്ടിന്യൂസ് സെല്ലിംഗ് ആണ് റീസെൻ്റായി നടന്നത്. ഈ സ്റ്റോക്കിൽ കറന്റ് ലെവലിൽ എൻട്രി പ്രിഫറബിൾ അല്ല. ലാസ്റ്റ് 3 days ആയിട്ട് നല്ലൊരു സെല്ലിംഗ് ആണ് നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. അതായത് പോക്കറ്റ് പിവറ്റ് വോളിയം ബേസ്ഡ് സെല്ലിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സഫാനാണ് ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്കും കൂടുതൽ സ്റ്റോക്കുകളുടെ ടെക്നിക്കൽ ഡീറ്റെയിൽസും തന്നത്. സുരജ് സാർ, നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിന് മുൻപ് ഇറ്റ്സ് ടൈം ഫോർ ദ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക്. ജാസ്മിൻ, ആദ്യം തന്നെ പ്രേക്ഷകരോട് കാര്യം, നമ്മൾ ഈ സ്പോട്ട് ലൈറ്റിലേക്ക് തിരഞ്ഞെടുക്കുന്ന സ്റ്റോക്സ് നമ്മളൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആയിട്ടാണ്. നമ്മളൊരു സ്റ്റോക്കിനെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളത് അതൊരു പ്രത്യേക സാഹചര്യത്തിൽ എന്തെങ്കിലും ന്യൂസും ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പോസിറ്റിവിറ്റി ഉണ്ടാവാം, അല്ലെങ്കിൽ അതിന് നെഗറ്റിവിറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ പ്രേക്ഷകരോട് പറയുന്നത്, ചില സമയത്ത് നിങ്ങൾ സ്റ്റോക്ക് മേടിച്ച് അത് മുന്നോട്ട് പോയി, അതായത് അതിലൊരു ഗെയിൻ ഉണ്ടാക്കുമ്പോഴാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. ചില സമയത്ത് സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിനകത്ത് പ്രോഫിറ്റ് കിട്ടുന്നത്. കാര്യം ആവശ്യമില്ലാത്ത സ്റ്റോക്കുകളിൽ നിങ്ങൾ ചെന്ന് തലവയ്ക്കാൻ പാടില്ല. അപ്പോൾ സ്റ്റോക്ക് ഡിസ്കവറിയിൽ നമ്മൾ 2 വശത്തുള്ള സ്റ്റോക്കുകളും നമ്മൾ അവതരിപ്പിക്കാറുണ്ടെന്നുള്ളത് ഒരു പ്രിഫൈസ് ആയിട്ട് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇന്നലെ നമ്മൾ ടയർ ഇൻഡസ്ട്രിയെ കുറിച്ച് നമ്മളൊരു കമന്ററി പറഞ്ഞിരുന്നു. അതായത് ടയർ ഇൻഡസ്ട്രിയുടെ റോ മെറ്റീരിയൽസ് ആയ പല കാര്യങ്ങളും ഇടിഞ്ഞു കിടക്കുകയാണ്. അതായത് ക്രൂഡ് ഒരു വശത്ത്, ഇന്നലെ ക്രൂഡ് കയറി എന്നുള്ളൊരു വാസം, ബട്ട് ഈവൻ ദെൻ ക്രൂഡ് ജനറലി ക്രൂഡിന്റെ ഒരു ട്രെൻഡ് താഴേക്കാണ്. ഒരു $65 per barrel എന്നുള്ള രീതിയിലേക്കാണ് പൊതുവെയുള്ള എസ്റ്റിമേറ്റ്സ് ഒക്കെ ആണ്. 2, അത് മാത്രമല്ല സിന്തറ്റിക് റബ്ബർ, കാർബൺ ബ്ലാക്ക് എന്നിങ്ങനെ ടയറിന് വരുന്ന റോ മെറ്റീരിയൽസ് എല്ലാം വില കുറഞ്ഞ് കിടക്കുകയാണ്. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന 2 ക്വാർട്ടർ ടയർ കമ്പനീസിന് പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ചെയ്യിക്കാൻ ചാൻസ്. കാര്യം കഴിഞ്ഞ കൊല്ലം വളരെ ടഫ് ഇയർ ആയിരുന്നു FY25 എന്നുള്ളത്. അപ്പോൾ പല സമയത്തായിട്ട് റോ മെറ്റീരിയൽ പ്രൈസ് കൂടിയപ്പോൾ അവർ ടയറിൻ്റെ വില കൂട്ടി വന്നിരുന്നു. എന്നാൽ ഇനി റോ മെറ്റീരിയൽസ് വില കൂടുമ്പോൾ ഇവർ ടയറിൻ്റെ വില കുറയ്ക്കാനും പോണില്ല. അപ്പോൾ മാർജിൻ ഇൻക്രീസ് ചെയ്ത് നല്ലൊരു സെയിൽ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞപ്പോൾ കുറച്ച് മെസ്സേജസ് എനിക്ക് പ്രൈവറ്റ് ആയിട്ട് ഇന്നലെ തന്നെ വന്നിരുന്നു, ഇന്ന് രാവിലെയും വന്നിരുന്നു. അതായത് ടയർ കമ്പനിയിൽ സിയറ്റ് എന്ന് എല്ലാവരും ചോദിച്ചിരുന്നു. കാരണം വെച്ചാൽ സിയറ്റ് അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസത്തിനുള്ളിൽ അതിന് ബേസ് ചെയ്തൊരു ന്യൂസ് വന്നിരുന്നു. അതായത് ക്യാംസൺ എന്ന് പറഞ്ഞൊരു കമ്പനി അവർ മേടിച്ചു. ക്യാംസൺ എന്ന് പറഞ്ഞ കമ്പനിയല്ല, മിച്ചലിൻ എന്ന് പറയുന്ന ഫോറിൻ ബ്രാൻഡ് ഉണ്ടല്ലോ, ഈ Formula 1 ഒക്കെ യൂസ് ചെയ്യുന്ന ടയർ. ആ ടയർ കമ്പനിയായ മിച്ചലിൻ്റെ ക്യാംസൺ എന്ന് പറഞ്ഞൊരു സബ്സിഡറി ഉണ്ട്. ഈ ക്യാംസണിൻ്റെ ഈ ഓഫ് റോഡ് ടയേഴ്സ്, അതായത് മെയിനായിട്ട് ടയർ യൂസ് ചെയ്യുന്നില്ല ഈ ഓഫ് റോഡ് അല്ലേ. അതായത് ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ ഫീൽഡുകളിൽ അല്ലെങ്കിൽ ഡേർട്ട് ട്രാക്സുകളിൽ ഒക്കെ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഈ മൈനിങ് ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യുന്ന വലിയ വെഹിക്കിൾസിന്റെ ടയറാണ് ഈ ഓഫ് റോഡ് ടയേഴ്സ് എന്ന് പറഞ്ഞാൽ, ഓഫ് ഹൈവേ ടയേഴ്സ് എന്നും പറയും. ആ ടയേഴ്സ് ഡിവിഷൻ, അതായത് ക്യാംസന്റെ ടയേഴ്സ് ഡിവിഷൻ ഇവർ മേടിച്ചതായിട്ട് ഒരു റിപ്പോർട്ട് വന്നിരുന്നു. അതിനെ ബേസ് ചെയ്ത് സിയറ്റ് വലിയൊരു കമന്ററി ഒക്കെ കൊടുത്തിരുന്നു എന്നുള്ള. അപ്പോൾ പൊതുവേ ആൾക്കാരുടെ മനസ്സിൽ കിടക്കുന്നത് MRF എന്നൊക്കെ പറയുന്നത് അയ്യോ 1 ലക്ഷത്തിന് മുകളിൽ കിടക്കുന്ന സ്റ്റോക്കാണല്ലോ, ഇതും 3000 ചില്ലാനൊന്നും കണ്ടാണ് വില. സിയറ്റിന് ഇങ്ങനെ ഒരു ന്യൂസ് ഒക്കെ വന്നുകൊണ്ട് സിയറ്റ് പ്രോഫിറ്റബിൾ ആയിരിക്കും എന്നുള്ളൊരു ചിന്തയാണ് വരുന്നത്. ആവാതിരിക്കാം, അത് നമുക്ക് പറയാനുള്ള മാൻഡേറ്റ് ഇല്ല. എന്നാലും സിയറ്റിനെയാണ് നമ്മൾ ഇന്ന് സ്പോട്ട്ലൈറ്റിലേക്ക് കൊണ്ടുവന്നത്. ഇത് വളരെ ഓൾഡ് ആയിട്ടുള്ള കമ്പനിയാണ്, 1924 ഒരു കമ്പനിയാണ്. അവരുടെ മെയിനായിട്ട് അവർ പണ്ട് എന്തായിരുന്നു എന്നറിയോ, ഇലക്ട്രിക്കൽ ആൻഡ് ടെലിഫോൺ കേബിൾ മാനുഫാക്ചറിങ് കമ്പനിയായിരുന്നു ഇവർ പണ്ട്. അതിന്റെ പേരിലാണ് ഇവർ അറിഞ്ഞത്. അന്ന് ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ്, 1924 ഇവർ തുടങ്ങിയെന്ന് ആലോചിക്കണം. 1945 ഇവർ റബ്ബറിലേക്കും ടയർ മാനുഫാക്ചറിലേക്കും ഡൈവേഴ്സിഫൈ ചെയ്യണത്. എന്നിട്ട് അവർ 1958 ടാറ്റാസ് ആയിട്ട് ചേർന്നാണ് സിയറ്റ് എന്ന് പറയുന്ന ഇന്ത്യൻ സബ്സിഡറി ഇൻകോപ്പറേറ്റ് ചെയ്യണം. കാര്യം ഇൻഡിപെൻഡൻസ് ഒക്കെ കഴിഞ്ഞു, ബ്രിട്ടീഷുകാരെ ഇന്ന് ഭരണമൊക്കെ മാറി. പിന്നെ നമുക്ക് ഇവിടെ ഇന്ത്യൻ എന്താ പറയുക കമ്പനീസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടും അല്ലാണ്ട് കമ്പനി ഇൻകോപ്പറേഷനും അങ്ങനത്തെ രീതിയിലൊക്കെ വന്നപ്പോൾ ഇന്ത്യൻ സബ്സിഡറി നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്ത് 1958 മുന്നോട്ട് പോയി. 1981 ഈ ടാറ്റാസും സിയറ്റിന്റെ ഇന്നും ശരിക്കും RPG ഗ്രൂപ്പ് ഇതിനെ മേടിക്കായിരുന്നു. RP ഗോയങ്ക ഫാമിലിയാണ് ഇതിനെ മേടിച്ചിട്ട് അവരുടെ കമ്പനിയായിട്ട് അറിയപ്പെടുന്നത്. ഒന്നത് നമ്മൾ ഈ പ്രത്യേകിച്ച് എനിക്ക് 25
4-5 കൊല്ലമായിട്ട് ഇഷ്ടമില്ലാത്ത മാനേജ്മെന്റ് ഏതാണെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ SR RPG എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞ് സിയറ്റ് സ്റ്റോക്ക് മോശമാണെന്നോ RPG ഇഷ്ടപ്പെടരുന്നൊന്നുമല്ല. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞു. എനിക്ക് RPG ഏതെങ്കിലും കമ്പനി നടത്താൻ നേരത്തെ എനിക്ക് ഇത്തിരി പേടിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെയാണ് SR. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പറഞ്ഞു വയ്ക്കുന്നേ ഉള്ളൂ. ഇവർക്ക് എല്ലാ സെക്ടറിലും ഉണ്ട്. അതായത് 2 വീലർ ഉണ്ട്, 3 വീലർ ഉണ്ട്, 4 വീലർ ഉണ്ട്, കമേഴ്ഷ്യൽ വെഹിക്കിൾ ഉണ്ട്, SUV ഉണ്ട്, ട്രക്സ് ഉണ്ട്, ബസ്സസ് ഉണ്ട്. ഇതിലൊക്കെ അവർ പോകുന്നു. ഞാൻ പറഞ്ഞ പോലെ ഇവർക്കൊരു ഗ്ലോബൽ പ്രസൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഇവർ ക്യാംസോന്റെ ഈ പറഞ്ഞ പോലെ ഈ മിച്ചലിൻ്റെ ഈ ഓഫ് റോഡ് ടയേഴ്സ് ഉള്ള ഡിവിഷൻ അവർ അടുത്ത കാലത്ത് മേടിച്ചു എന്നാണ്. ഈ മേടിച്ചുള്ള കാര്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. അതിനു മുമ്പ് ഒരു കാര്യം, ഇവർ റവന്യൂ ഷെയർ നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ ഷെയർ കിട്ടുന്നത് ട്രക്സ് ആൻഡ് ബിസിനസ്സിൽ നിന്നാണ്. ഇവരുടെ ടയറിന് ഏറ്റവും കൂടുതൽ 30% റവന്യൂ ആണ് ആ ഡിവിഷനിൽ നിന്ന് അവർക്ക് കിട്ടുന്നത്. പിന്നെ 2 to 3 വീലേഴ്സ് ആണ് ഇവർക്ക് ഏതാണ്ട് 27%. പാസഞ്ചർ വെഹിക്കിൾസും യൂട്ടിലിറ്റി വെഹിക്കിൾസും ഒക്കെ 21%. ഓഫ് ഹൈവേ വെഹിക്കിൾസ് 15% ഇവരുടെ ടോട്ടൽ റവന്യൂ കിട്ടുന്നത്. അവിടേക്കാണ് ഈ ക്യാംസോടെ ഓഫ് റോഡ് ടയേഴ്സും കൂടെ ആഡ് ചെയ്ത് വരാൻ പോകുന്നത്. അതായത് May 2026 ആ ബിസിനസ് ഒന്ന് ട്രാക്ഷനിലേക്ക് വരിക. ഇപ്പൊ അതൊന്നും അവരുടെ ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ P&L റിഫ്ലക്ട് ചെയ്യുന്നത്. ലൈറ്റ് കമേഴ്ഷ്യൽ വെഹിക്കിൾസ് 7% ഓഫ് റവന്യൂ ആണ്. ഇവർക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് ഈ OEM വഴിയല്ല. OEM എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ടാറ്റ മോട്ടോഴ്സ് കാറുകൾ വിൽക്കുന്നു, മഹീന്ദ്ര കാറുകൾ വിൽക്കുന്നു, മാരുതി വിൽക്കുന്നു. നമ്മൾ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്കൊരു ടയർ ഉണ്ടാവുമല്ലോ. ആ ബിസിനസ് അല്ല ഇവർക്ക് കൂടുതൽ. റീപ്ലേസ്മെന്റ് മാർക്കറ്റാണ്. അതായത് നമ്മളിപ്പോൾ വണ്ടിയൊക്കെ ഓടിച്ചു കഴിഞ്ഞ് നമ്മൾ ഇത്ര കിലോമീറ്റർ കഴിഞ്ഞ് വണ്ടി മാറ്റാൻ നേരത്ത് റീപ്ലേസ്മെന്റ് മാർക്കറ്റിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. അതിൽ അവരുടെ മാർക്കറ്റ് ഷെയർ 53% ആണെന്നുള്ളത്. OEM ഡിവിഷൻ അവർക്ക് 28%, പിന്നെ എക്സ്പോർട്ട് 19% എക്സ്പോർട്സ്. അങ്ങനെയാണ് ഇവരുടെ ഇത് കിടക്കുന്നത്. 6 മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഉണ്ട്, 2 സ്മാർട്ട് ഫെസിലിറ്റി, 3 സ്മാർട്ട് ഫെസിലിറ്റീസ് ഈ കമ്പനിക്ക് ഉണ്ട്. ഈ 6 മാനുഫാക്ചറിങ് ഫെസിലിറ്റി എനിക്ക് തോന്നുന്നു നാഷിക്, മുംബൈ, ഹലോല്, അംബർനാഥ്, നാഗ്പൂർ, ചെന്നൈ. അതിലിപ്പോൾ നാഗ്പൂർ ഫെസിലിറ്റി അവരെന്താണ് 30%, അതായത് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ പോകണം. അത് 400 കോടിയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അവർ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞു വയ്ക്കണം. ഈ സ്മാർട്ട് ഫെസിലിറ്റി ഇവർക്കൊരു 3 സ്മാർട്ട് ഫെസിലിറ്റി. സ്മാർട്ട് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ പുതിയ രീതിയിലുള്ള മാനുഫാക്ചറിങ് ഇതാണ്. അതായത് ഓട്ടോമേഷൻ ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, ഡേറ്റ അനാലിറ്റിക്സ് ഉണ്ട്, റോബോട്ടിക്സ് ഒക്കെ യൂസ് ചെയ്ത് മാനുഫാക്ചറിങ് ചെയ്യുന്നതിനാണ് സ്മാർട്ട് ഫെസിലിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവർ അഡ്വർടൈസ് ചെയ്യുമ്പോൾ ഇവരുടെ ഫെസിലിറ്റി ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാണ് നമ്മളെ അങ്ങ് പ്ലീസ് ചെയ്ത് ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പം നമ്മൾ ആരും അതിൻ്റെ ഫണ്ടമെന്റൽസോ ഫിനാൻഷ്യൽസോ നോക്കാറില്ല. നമ്മൾ ഇതിൻ്റെ ബ്യൂട്ടിയും കമ്പനി മറ്റേ റോബോട്ടിക്സ് ഒക്കെയാണ് മാനുഫാക്ചറിങ് സിസ്റ്റം എന്നൊക്കെ ആലോചിച്ച് നമ്മൾ ആ രീതിയിൽ പോകും എന്നുള്ളതാണ്. ഈ ക്യാംസോ ഇവർ മിച്ചലിൻ്റെ ഇന്ന് അക്വയർ ചെയ്യണം 1905 crore 1900 crores ഇവർ അക്വയർ ചെയ്യണമെന്നുള്ളത്. ഓഫ് ഹൈവേ ടയേഴ്സ് ഡിവിഷനാണ് ക്യാംസന്റെ ഇവർ ചെയ്യുന്നത്. അതായത് അത് മേടിക്കാൻ നേരത്ത് ശ്രീലങ്കയിലെ 2 മാനുഫാക്ചറിങ് ഫെസിലിറ്റിയും കൂടെ ഇവർക്ക് കിട്ടി എന്നുള്ളതാണ്. ഇവർ ലൈസൻസിങ് പീരീഡ് ഉണ്ട്. അതായത് ഒരു 3 year ലൈസൻസിങ് പീരീഡ് കഴിയുമ്പോൾ സിയറ്റിന് ഈ ക്യാംസോന്റെ ഈ ശ്രീലങ്ക കൂടാതെ ഗ്ലോബൽ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് കിട്ടും. അങ്ങനെയൊക്കെയാണ് ഇവർ എഗ്രിമെന്റ് സൈൻ ചെയ്തേക്കുന്നത് തന്നെ. ഒരു നേരായ ഒരു ഡീലിംഗ് അല്ല ഇവരുടെ പൊതുവെയുള്ള കാര്യങ്ങൾ RPG ഗ്രൂപ്പിന് വരാറുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവർക്ക് ഈ അഗ്രികൾച്ചർ ടയേഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതായത് ട്രാക്ടർ, ഹാർവെസ്റ്റർ, സ്പ്രേയർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ അഗ്രികൾച്ചർ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന ആ വെഹിക്കിൾസിന്റെ ടയേഴ്സ് ആണ് ഈ അഗ്രികൾച്ചർ സെഗ്മെന്റിൽ വരുന്നത്. കൺസ്ട്രക്ഷൻ, അതായത് ഈ ട്രക്ക് ലോഡർ, എക്സ്കവേറ്റർ, അതിനൊക്കെ ഉള്ളൊരു ടയറും ഈ പറഞ്ഞ പോലെ ക്യാംസണിൽ നിന്ന് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, നമ്മൾ കണ്ടില്ലേ ഈ ഗോഡൌണിലൊക്കെ ഫോർക്ക് ലിഫ്റ്റ് ഇല്ലേ, ഈ ഗുഡ്സ് ഒക്കെ പൊക്കി മാറ്റി വെക്കുന്ന ഫോർക്ക് ലിഫ്റ്റ്, കണ്ടെയ്നർ ഹാൻഡ്ലർ, കണ്ടെയ്നറൊക്കെ പൊക്കി മാറ്റുന്നത്, അതിൻ്റെ ടയറും ഒക്കെയാണ് ഈ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഡിവിഷൻ വരുന്നത്. പിന്നെ അതാണ്ട് പവർ സ്പോർട്സ്, നമ്മൾ ഈ ഡേർട്ട് ട്രാക്കിലൊക്കെ നമ്മളെന്താ 4x4 വണ്ടിയൊക്കെ കൊണ്ട് യൂസ് ചെയ്യില്ലേ, അതിനൊക്കെയാണ് ഇവരുടെ ആ ഡിവിഷൻ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ ക്യാംസന്റെ ഈ മിച്ചലിൻ അവരുടെ ഈ ഡിവിഷൻ ഡൈവേഴ്സിറ്റി ചെയ്ത് കൊടുത്തല്ലോ, ഈ സിയറ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും മിച്ചലിനും OHT ടയേഴ്സ് ഉണ്ട്. ഓഫ് ഹൈവേ ടയേഴ്സ് ഇപ്പോഴും മിച്ചലിൻ ഹാൻഡിൽ ചെയ്യുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് മിച്ചലിൻ ഇവർക്കൊരു ഗ്ലോബലി തന്നെ ഇവർക്കൊരു കോമ്പറ്റീറ്റർ തന്നെയാണ് മിച്ചലിൻ ഇപ്പോഴും. പിന്നെ യൊക്കോഹാമ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, അതും കോമ്പറ്റീറ്ററാണ്. പിറേലി, ഈ പിറേലി കോണ്ടിനെന്റൽ മിച്ചലിനൊക്കെ നമ്മൾ ഫോർമുല 1 കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. കാര്യം ഈ ടയറൊക്കെ പിറ്റ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി മാറ്റുമ്പോൾ ഈ ടയറൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. അതുപോലെ ട്രെല്ലി ബോർഗ് എന്ന് പറഞ്ഞൊരു കമ്പനി, പിന്നെ ATG അലയൻസ് ടയർ ഗ്രൂപ്പ്, മാക്സം, മിറ്റാസ് എന്നൊക്കെ പറയുന്നത് ഈ ഓഫ് ഹൈവേ ടയേഴ്സിൽ ഇവരെ കോമ്പറ്റീറ്ററാണ്. അത് മാത്രമല്ല ഒരു ഇന്ത്യൻ കമ്പനി ഉണ്ട് കേട്ടോ, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്. ഈ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസും ഈ പറയുന്ന പോലെ ഒരു കോമ്പറ്റീറ്റർ ആണ് ഈ ഹൈവേ ടയേഴ്സിൽ അല്ലെങ്കിൽ ഓഫ് റോഡ് ടയേഴ്സ് ഉള്ള. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് കുറച്ചുകൂടെ ഒരു ക്വാളിറ്റി കമ്പനി എന്ന് വേണം നമുക്ക് പറയാൻ. അപ്പോൾ ഇവർ 1900 കോടി ഇവർ ഉപയോഗിച്ചതിൽ 30% ഇന്റേണൽ ആക്രൂവൽ അവർ ബാലൻസ് ഷീറ്റിൽ നിന്ന് തന്നെ അവർ കണ്ടെത്തിയുന്ന പൈസ, ഡെപ്റ്റ് ഏതാണ്ട് 70% ഇവർ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് ഏതാണ്ട് 5500 ഡീറ്റെയിൽ ടച്ച് പോയിന്റ്സ്
പോയിന്റ്സ് ഉണ്ട്, സെയിൽ ടച്ച് പോയിന്റ്സ് ഉണ്ട്. റീറ്റെയിൽ സ്റ്റോഴ്സ് ഏതാണ്ട് 530 ഉണ്ട്. ഏതാണ്ട് ശ്രീലങ്കയിൽ ഇവർക്ക് ഭയങ്കര വലിയ പ്രസൻസ് ആണ്. സിയറ്റ് 51% അവർക്ക് മാർക്കറ്റ് ഷെയർ ഉണ്ട്. അതിൻ്റെ കൂടെ ക്യാംസോൻ്റെ ഈ ശ്രീലങ്കൻ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയും കൂടെ കിട്ടി എന്നുള്ളതാണ്. ഇവർക്ക് ഒരു റിസർച്ച് ഫെസിലിറ്റി ഉണ്ട്, ഹാലോയിലും ഉണ്ട്, പിന്നെ ഫ്രാങ്ക്ഫർട്ട് ജർമ്മനിയിലും ഇവർക്കുണ്ടെന്നുള്ളതാണ്. ഇവരുടെ FY25 റവന്യൂ എന്ന് പറഞ്ഞാൽ 13,218 കോടിയാണ്. നെറ്റ് പ്രോഫിറ്റ് 471 കോടിയാണ്. മാർജിൻ 11.2% ആണ്. FY25 ഭയങ്കര ചലഞ്ചിങ് ആണ്. എങ്കിലും ലാസ്റ്റ് 3 ഇയേഴ്സിൽ 88% CAGR ഇവർ ഗ്രോ ചെയ്തിട്ടുണ്ടെന്നാണ്. ഇവർ ഇക്വിറ്റി ക്യാപിറ്റൽ 4,258 കോടി. നെറ്റ് ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.5%. അത് കൺട്രോൾഡ് ആയിട്ട് നിൽക്കുകയാണ്. മാർക്കറ്റ് ക്യാപ്പ് 15,000 കോടിയാണ്. ഈ കമ്പനി ഏതാണ്ട് 3,740 രൂപയായിരുന്നു ഇന്നലത്തെ ക്ലോസിംഗ് തന്നെ. അവരുടെ ക്യാഷ് ആൻഡ് ക്യാഷ് ബാലൻസ് 430 കോടിയുണ്ട്. ഇവരുടെ ക്യാഷ് ഫ്ലോ വളരെ മോശമാണ്. ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ 1000 കോടി ഉണ്ടെങ്കിൽ പോലും നെറ്റ് ക്യാഷ് ഫ്ലോ 7 കോടി എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ബിസിനസ് വളരെ മോശമായിട്ടുള്ളതാണ്. അതേപോലെ റിട്ടേൺ റേഷ്യോസും ഈ പറഞ്ഞ പോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഏതാണ്ട് 11%, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 15%. ഇത് ഒരു വലിയ കമ്പനിയെ സംബന്ധിച്ച് വളരെ മോശമായിട്ടുള്ളതാണ്. പ്രൊമോട്ടർ 47% ഹോൾഡ് ചെയ്യുന്നുണ്ട്. FIIs 15%, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 21%, പബ്ലിക് 15%. ഇതിൻ്റെ ഷെയർ പെർഫോമൻസ് 5 കൊല്ലമായിട്ട് 284% റിട്ടേൺ തന്നിട്ടുണ്ടെന്ന്. വാല്യുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ ചീപ്പസ്റ്റ് ആയിട്ട് നമുക്ക് ഈ സെക്ടറിൽ കാണുന്നത് JK Tyres ആണ്. JK Tyres ഒരു 10 P/യിലൊക്കെയാണ് ഫോർവേഡായിട്ട് ട്രേഡ് ചെയ്യുന്നത്. ഒരു 15, 16, 18 P/യിലൊക്കെയാണ് ഈ സിയറ്റും അപ്പോളോ ഒക്കെ ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ പ്രീമിയം എന്നും കമാൻഡ് ചെയ്തിരിക്കുന്നത് MRFും ബാലകൃഷ്ണ ഇൻഡസ്ട്രീസും ആണ്. ചില സമയത്ത് കമ്പനിയുടെ ക്വാളിറ്റിക്ക് ആയിരിക്കും ഹൈ ആയിട്ട് കൊടുക്കുന്നത്. ലോ ആയിട്ടുള്ള കമ്പനി എന്ന് പറയുന്നത് ചിലപ്പോൾ മോശമായിരിക്കും എന്നുള്ള. അപ്പോൾ അങ്ങനെയും കൂടെ ഒരു ഉണ്ട്. അപ്പോൾ ഈ ഗ്രോത്ത് സ്ലോ ഡൗൺ ഒക്കെ ഒന്ന് വന്നിട്ടുണ്ട് കമ്പനിക്ക് 2025. ബട്ട് മുന്നോട്ട് പോകാൻ നേരത്ത് ഈ പറയുന്ന പോലെ ടെയിൽ വിൻസ് ഒക്കെ ഈ കമ്പനിക്ക് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും ഈ പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സിയറ്റിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് നമ്മൾ സ്റ്റോക്ക് ഡിസ്കവറിയിൽ ഉൾപ്പെടുത്തിയേ ഉള്ളൂ. സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയേ ഉള്ളൂ. ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ടൊന്നും കരുതരുത്. സിയറ്റിന് അതിൻ്റെതായ പ്രോബ്ലംസും കൂടെ ഉള്ള ഒരു കമ്പനിയാണ് എന്ന് പറഞ്ഞ് ഇത്രയും നാളായിട്ട് എക്സിസ്റ്റൻസ് ഉള്ള ഒരു കമ്പനി തന്നെയാണ്. ടയർ ഇൻഡസ്ട്രിക്ക് ഒരു ടെയിൽ വിൻഡും കൂടെ ഉണ്ടെന്നുള്ളത് പറഞ്ഞു വയ്ക്കും. യെസ്, ഏതായാലും നമ്മുടെ ഈ ഒരു ഓപ്പണിംഗ് അവറിൻ്റെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്കും മറ്റ് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ പെർഫോമൻസും ഒക്കെ ആയിട്ട് അടുത്ത മണിക്കൂറിൽ വീണ്ടും ഞങ്ങളുടെ റിസർച്ച് ഡെസ്കിൽ നിന്നും നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.